ഹല്ലേലൂയ. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 7-ാം ദിവസമാണെന്ന്. നമ്മുടെ 7 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ ഇന്ന് കഴിയുകയാണ്. 7 ദിവസവും ആത്മാവിന്റെ ശക്തിയിൽ പ്രാർത്ഥനയോടെ എല്ലാമായിരിക്കുവാൻ ദൈവം നമ്മളെ സഭയായി അനുഗ്രഹിച്ചു. വലിയ വിടുതലുകൾ ഈ ദിവസങ്ങളിൽ ഏറ്റെടുത്തവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും നമ്മുടെ പ്രാർത്ഥനയും എല്ലാം ദൈവത്തെ സ്തുതിക്കുക. നമുക്ക് എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇന്ന് ദൈവാത്മാവിന് നമ്മളോട് സംസാരിക്കാനുള്ള തിരുവചനത്തിലേക്ക് കിടക്കാം. വേഗത്തിൽ വായിക്കാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2-3. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ അപ്പോസ്തലനായ യാക്കോബ് തന്റെ ലേഖനത്തിൽ പറയാൻ, നിങ്ങൾ വിവിധ തരത്തിലുള്ള പരീക്ഷകൾ അനുഭവിക്കുമ്പോൾ, അതിലകപ്പെടുമ്പോൾ സന്തോഷിക്കുവിൻ. ഒരുപാട് പരീക്ഷകളിൽ കൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണ് യാക്കോബ്. താൻ യേശു കർത്താവിന്റെ കൂടെ ശിഷ്യന്മാരെല്ലാം ഉള്ളപ്പോൾ തന്നെ അവരുടെ പടകിന് നേരെ കാറ്റടിച്ചു, തിരമാലകൾ, അങ്ങനെ പല പരീക്ഷകൾ. യേശു കർത്താവിന് അവരിൽ ക്രൂശിക്കപ്പെട്ടു. ആ സമയത്ത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പരീക്ഷയിലൂടെ കർത്താവായ യേശുവിന്റെ ശിഷ്യന്മാർ കടന്നുപോയി. അവസാനം തന്റെ തല വെട്ടിക്കളഞ്ഞാണ് യാക്കോബ് മരിക്കുന്നത്. തന്നെ രാജാവ് കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടു. ഒരുപാട് കാരാഗ്രഹവും കഷ്ടപ്പാടുകളും എല്ലാം കണ്ടതും അറിഞ്ഞതും കടന്നു വന്നതുമായ അപ്പോസ്തലനായ യാക്കോബ് സഭകളോട് വിളിച്ചു പറയുക, നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള പരീക്ഷകൾ വരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ പരീക്ഷകളിൽ സന്തോഷിക്കാൻ കഴിയുന്നവരാണോ? പരീക്ഷകൾ ജീവിതത്തിൽ വരുമ്പോൾ സന്തോഷിക്കാൻ കഴിയുന്നവരാണോ? യാക്കോബ് പറയുക, നിങ്ങൾ സന്തോഷിക്കണം. അടുത്ത വാക്യം കൊടുത്ത് വായിക്കാം. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തിയും കൂടെ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. യാക്കോബ്, അപ്പോസ്തലനായ യാക്കോബ് പറയുക, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾക്ക് സ്ഥിരത ഉണ്ടാകും. എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ സകലത്തിലും തികഞ്ഞവരായി തീരണമെങ്കിൽ ആ സ്ഥിരതയ്ക്ക് പറ്റിയതായ പ്രവൃത്തികൾ കൂടെ വേണം. അപ്പോസ്തലന്മാരുടെ എല്ലാ ജീവിതത്തിൽ അവരുടെ വിശ്വാസത്തിന് അതിൻ്റെതായ പ്രവൃത്തികൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പ്രവൃത്തിയോടുകൂടിയ വിശ്വാസത്തിന്റെ പരിശോധന സന്തോഷമുള്ളതാ. ഹല്ലേലൂയ. കാരണം ഒന്നിനും കുറവില്ലാത്തവരായി തികഞ്ഞവരായി നമ്മളെ തീർക്കേണ്ടതിന്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വേദനകളും വരുമ്പോൾ നാം സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാറുണ്ടോ? പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്നത്. ശരിയാ, പക്ഷെ നമ്മുടെ പ്രാർത്ഥനയല്ല, നിലവിളിയും കണ്ണീരും ബഹളവും. സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നുണ്ടോ? സന്തോഷത്തോടെ പ്രസംഗിക്കാൻ പറ്റുന്നുണ്ടോ? സന്തോഷത്തോടെ ദൈവവചനം പറയാൻ പറ്റുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നിലവിളിയും പ്രശ്നവും വിഷാദമായ മുഖവും മനസ്സും എല്ലാം മാറ്റിവെച്ചിട്ട് പൂർണ്ണ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ വിശ്വാസത്തിന് ഒരു പ്രവൃത്തിയുണ്ടോ?
അപ്പോസ്തലനായ യാക്കോബ് പറയുന്നത് നിങ്ങൾ സന്തോഷിക്കണം. വിവിധ തരത്തിലുള്ള പരീക്ഷകൾ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം. കാരണം നിങ്ങൾക്ക് സ്ഥിരത ഉണ്ടാകും. നമ്മുടെ എല്ലാം ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാറിയിട്ട് സന്തോഷിക്കാനിരിക്കുന്നവരാ, പ്രതികൂലങ്ങൾ മാറിയിട്ട് ദൈവത്തെ ആരാധിക്കാനിരിക്കുന്നവരാ. പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമുക്ക് പ്രാർത്ഥനയില്ലെന്നല്ല ഞാൻ പറയുന്നത്. പ്രാർത്ഥനയുണ്ട്, ദൈവസന്നിധി നിലവിളിച്ച് കരയാറുണ്ട്. പക്ഷെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ദൈവം അനുവദിച്ച ഓരോ പരീക്ഷകളും നമ്മളെ തികഞ്ഞവരാക്കി മാറ്റുവാനാ, നമുക്കൊരു പ്രതിഫലം തരുവാനാ. അത് തിരിച്ചറിഞ്ഞാലേ നമുക്ക് പരീക്ഷകൾ വരുമ്പോൾ സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ. വേഗത്തിൽ ഒരു വാക്യം കൂടെ വായിച്ച 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 7. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് യേശു കർത്താവിന്റെ പ്രത്യക്ഷതയിൽ തേജസ്സിനും മാനത്തിനും പുകഴ്ചയ്ക്കുമായി അത് കാരണമായി തീരും. ഹല്ലേലൂയ. അപ്പോസ്തലനായ യാക്കോബ് തന്റെ ലേഖനത്തിൽ പറയുക, ഹല്ലേലൂയ, വിശ്വാസത്തിന്റെ പരിശോധനകൾ വരുമ്പോൾ, വിവിധ തര പരിശോധനകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം. കാരണം ഒരു സ്ഥിരത ഉണ്ടാകും. ഹല്ലേലൂയ. എന്നാൽ ആ സ്ഥിരതയ്ക്ക് ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാത്തവരായി തീരും. അപ്പോസ്തലനായ പത്രോസ് തന്റെ ലേഖനത്തിൽ പറയുക, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതായി കാണണം. പലപ്പോഴും നമുക്ക് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിലെ പരീക്ഷകളെ മാറ്റിത്തരണമേ എന്നാ, നമ്മുടെ പ്രശ്നങ്ങളെ മാറ്റിത്തരണമേ എന്നാ. എന്നാൽ സന്തോഷത്തോടെ വിശ്വാസത്തിന്റെ പ്രവൃത്തി അതിന്റെ മധ്യേ ചെയ്യുവാൻ. ഹല്ലേലൂയ. ദൈവം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനുവദിച്ചാൽ അതിന്റെ അകത്തു നിന്ന് വലിയൊരു അനുഗ്രഹത്തെ മറച്ചു വെച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. തിരുവചനത്തിൽ നാം വായിച്ചാൽ ഏതൊരു ദൈവപ്രവൃത്തി, ഏതൊരു അത്ഭുതത്തെ കണ്ടാലും അതിന്റെ മുമ്പേ ഒരു പ്രശ്നമുണ്ടായിരുന്നു, ഒരു പ്രതികൂലമുണ്ടായിരുന്നു. പ്രതികൂലത്തിന്റെ പ്രശ്നത്തിന്റെ മധ്യയിലാണ് ദൈവം വെളിപ്പെടുന്നത്, ദൈവത്തിന്റെ അത്ഭുത കരം വെളിപ്പെടുന്നത്. എല്ലാം മാറി സ്വസ്ഥമായി ഇരിക്കുന്നിടത്ത് എന്ത് അത്ഭുതമാണ് വെളിപ്പെടേണ്ടത്? പ്രിയ ദൈവമക്കളെ, എല്ലാം മാറി സ്വസ്ഥമായിട്ട് ദൈവത്തെ ആരാധിക്കാൻ സ്തുതിക്കാമെന്നല്ല, എല്ലാ വേദനയുടെയും എല്ലാ പ്രശ്നത്തിന്റെയും മധ്യേ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ. എല്ലാം മാറിയിട്ട് ആലയത്തിൽ വരാനല്ല, എല്ലാ പ്രശ്നത്തിന്റെ മധ്യേ ഞാൻ ദൈവത്തെ സ്തുതിക്കുമെന്ന്, ഞാൻ കൂട്ടായ്മ ആചരിക്കുമെന്ന്. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. നിങ്ങൾക്ക് സ്ഥിരത ഉണ്ടാകണമെങ്കിൽ, ആ സ്ഥിരതയ്ക്ക് ഒരു പ്രവൃത്തി ഉണ്ടാകണമെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ വിശ്വാസത്തിന് സ്ഥിരതയുണ്ടോ, സ്ഥിരതയ്ക്ക് പ്രവൃത്തി ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്നിനും കുറവില്ലാത്തവരായി തീരും. നമ്മൾ എപ്പോഴും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രശ്നങ്ങൾ ഇല്ലാത്തപ്പോഴാണ്, പരീക്ഷകൾ ഇല്ലാത്തപ്പോഴാണ്. ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത നിമിഷങ്ങളിൽ നമ്മൾ എന്ത് സന്തോഷത്തോടെ ആരാധിക്കുന്നത്. എന്നാൽ ചെറിയൊരു പ്രശ്നം വന്നാൽ എല്ലാം തീർന്നു വലിയ വിഷമത്തോടെ ദുഃഖത്തോടെ വന്ന് നിലവിളിച്ചുകൊണ്ടേയിരിക്കും, ദൈവത്തെ സ്തുതിക്കാൻ മറന്നു പോകും.
ഹല്ലേലൂയ. ദൈവമക്കളെ, പ്രശ്നത്തിന്റെ നടുവിൽ ദൈവാത്മാവ് ശക്തമായ ഒരു ദൂത് അറിയിക്കുക. നിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ നിന്റെ വിശ്വാസത്തിന്റെ പ്രവൃത്തി നീ ചെയ്താൽ നീ വലിയ അത്ഭുതത്തെ കാണാൻ പോകുക. ഈ മാസം സെപ്റ്റംബർ മാസത്തിൽ നിന്റെ ജീവിതത്തിൽ നീ വലിയ അത്ഭുതത്തെ കാണാൻ പോകുക. അറിയാമോ, ഒരു ഈസഹാക്ക് ക്ഷാമമുള്ള സമയത്ത്, വരൾച്ച ഉള്ള സമയത്ത് അവൻ വിതച്ചു. ഹല്ലേലൂയ. അവൻ ക്ഷാമമുള്ള സമയം നോക്കി, ഹല്ലേലൂയ, ദൈവത്തിന്റെ അവന്റെ വിശ്വാസത്തിന്റെ പ്രവൃത്തി അവൻ ചെയ്തു. തിരുവചനത്തിൽ പറയുന്നു, ആ ആണ്ടിൽ തന്നെ അവൻ 100 മേനി കൊയ്തു. ഈ വരൾച്ചയുടെ സമയത്തിൽ, ഈ കൊറോണയുടെ സീസണിൽ, ഈ പ്രശ്നത്തിന്റെ പ്രതികൂലത്തിന്റെ മധ്യേ നീ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകുക. നീ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകുക. നീ വിതയ്ക്കാൻ തയ്യാറാകുക. നീ 100 മേനി കൊയ്യും. പ്രശ്നവും പ്രതികൂലവും ഇല്ലാത്തപ്പോൾ നീ വിതച്ചോ, ഹല്ലേലൂയ, ആ വിതച്ചതിന് ഒത്തവണ്ണം നിനക്ക് കൊയ്യാം. എന്നാൽ ഹല്ലേലൂയ, നീ വരൾച്ച ഉള്ളപ്പോൾ, ഹല്ലേലൂയ, നിന്റെ വിശ്വാസത്തിന്റെ പ്രവൃത്തിയായി നീ വിതച്ചാൽ നീ 100 മേനി കൊയ്യും. ഹല്ലേലൂയ. നീ 100 മേനി കൊയ്യുന്ന ദൈവാത്മാവ് ശക്തമായി ആരോടൊക്കെയോ വ്യക്തമായി പരിശുദ്ധാത്മാവ് ഇടപെടുക. ഈ പ്രശ്നം മാറിയിട്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാന്നല്ല, പ്രശ്നം മാറിയിട്ട് കൂട്ടായ്മ ആചരിക്കാന്നല്ല. നീ പ്രശ്നത്തിന്റെ നടുവിൽ നീ വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, പലർക്ക് ചോദ്യം തോന്നും, ഇവൻ എന്തൊരു മണ്ടനാണ് ഇസഹാക്കിനെ കുറിച്ച് ചിലർക്ക് തോന്നുന്നത്. ക്ഷാമ സമയത്ത് പോയി വിതയ്ക്കാനോ? ആ ദേശക്കാർ മുഴുവൻ അവനെ കളിയാക്കി കാണും. പക്ഷെ അവന്റെ വിശ്വാസത്തിന്റെ പ്രവൃത്തിയെ മാനിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഇന്ന് നീ ചെയ്യുന്ന ചില പ്രവൃത്തികളെ കണ്ടിട്ട് പരിഹസിക്കുന്നവർ കാണും. ഹല്ലേലൂയ. അതുകൊണ്ട് തിരുവചനത്തിൽ പറയുന്നത് ആത്മപൂർണ്ണൻ ഭ്രാന്തനെന്ന, ആ ആത്മപൂർണ്ണൻ ഭ്രാന്തനാ. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ കാഴ്ചയിൽ അവനെ ഭ്രാന്തനായിട്ടേ കാണത്തുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ കണ്ണിൽ, ഹല്ലേലൂയ, തിരുവചനത്തിൽ പറഞ്ഞതുപോലെ അവന്റെ തേജസ്സിന് കുറവില്ലാത്തവനായി, മാന്യതയുള്ളവനായി, ഈ ദൂത് ഏറ്റെടുക്കാൻ കഴിയുന്നവർ ഏറ്റെടുത്തോ. സെപ്റ്റംബർ മാസം, ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പേ 100 മേനി ചിലരുടെ ജീവിതത്തിൽ കൊയ്യാൻ പോകുക. ആരും കാണാത്ത, ഹല്ലേലൂയ, കളിയാക്കുന്നവർക്ക് ലഭിക്കാത്തതായ ഒരു കൊയ്ത്ത് നിന്റെ ജീവിതത്തിൽ. നീ കാലാവസ്ഥയെ നോക്കി നിൽക്കരുത്, നീ മഴയെ നോക്കി നിൽക്കരുത്, നീ നദികളെ ആശ്രയിച്ച് നിൽക്കരുത്, നീ വ്യക്തികളെ നോക്കി നിൽക്കരുത്. നീ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ച് ആ വിശ്വാസത്തിൽ നീ വിതയ്ക്കുമെങ്കിൽ, ആരോടൊക്കെ ദൈവാത്മാ ശക്തമായി ഇടപെടുക. ഡോക്ടേഴ്സിന്റെയോ രാജ്യത്തിന്റെയോ നിയമങ്ങൾ പറയുന്നതോ റിപ്പോർട്ടുകൾ കിട്ടുന്നതുവരെയോ നീ ദൈവത്തെ ആരാധിക്കാനായി ആലയത്തെ വിട്ടുമാറി നിൽക്കരുത്. നീ സർവശക്തനായ ദൈവത്തിന്റെ ശബ്ദത്തിന് വില കൊടുത്ത് നീ ഇറങ്ങുമെങ്കിൽ ഈ മാസം നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതമാക്കി. 2020 ലോകത്തിൽ പലർക്ക് കഷ്ടതയാണെങ്കിലും ദൈവത്തെ ആശ്രയിക്കുന്ന ദൈവമക്കൾക്ക് സകലത് നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവം. കഴിഞ്ഞ സ്വസ്ഥതയായി സമാധാനത്തോടെ നീ ദൈവത്തെ സ്തുതിച്ച സമയങ്ങളുണ്ട്. ഒരു പ്രശ്നങ്ങളില്ലാതെ സന്തോഷത്തോടെ സ്തുതിച്ച സമയങ്ങളുണ്ട്. ആ നാളിൽ നിനക്ക് ലഭിച്ചതിലും ഇരട്ടിയായി ഈ പ്രതികൂലത്തിന്റെ നടുവിൽ, ഈ പ്രശ്നത്തിന്റെ നടുവിൽ നീ ദൈവത്തെ സ്തുതിച്ചാൽ, ദൈവത്തിന് വേണ്ടി നിന്നാൽ 100 മേനി. ഇത് സഭയോടുള്ള
ആരൊക്കെ കേൾക്കുന്നുണ്ടോ അത് എല്ലാവരോടുമല്ല, സഭയോടും മാത്രം വ്യക്തിപരമായി ഇന്നലെ രാത്രി മുതൽ ദൈവാത്മാവ് ശക്തമായും ഒരു ദൂത് ഇടപെട്ടുകൊണ്ടിരിക്കുക, ഒരു വാണിംഗ് ഇടപെട്ടുകൊണ്ടിരിക്കുക നമ്മുടെ സഭയിലെ യൂത്ത്സിന്റെ മേൽ. ദൈവാത്മാവ് എന്നോട് ഇടപെട്ടത് ഇതാ, ദൈവം ഓടാൻ പറയുന്ന ടൈമിൽ ഓടിയില്ലെങ്കിൽ, ദൈവം എന്നെ കാണിച്ച കാഴ്ച ഇതാ, ലോത്തിന്റെ ഭാര്യ ഉപ്പുകല്ലായി തീർന്നത് പോലെ നമ്മുടെ യൂത്ത്സിനെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, തലമുറകളെ ഉപ്പുകല്ലാക്കി തീർക്കരുത്. അവർ കോളേജുകളിൽ പോകുന്നുണ്ട്, സ്കൂളുകളിൽ പോകുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, ഒരു പ്രശ്നവും ഇല്ല. ആലയത്തിൽ മാത്രം വിടത്തില്ല, ആലയത്തിൽ മാത്രം വരത്തില്ല. ഒരു 6 മാസത്തിന് മുമ്പ് ആത്മാവിൽ ശക്തമായി കയറി വന്ന കുഞ്ഞുങ്ങൾ ഇന്ന് പലരും ആത്മസാന്നിധ്യം വിട്ട്, പ്രാർത്ഥന വിട്ട് താഴ്ന്ന ലെവലിൽ ഇരിക്കുന്ന ഒരവസ്ഥ ദൈവാത്മാവ് എന്നെ കാണിച്ചത്. പുറമെ അവർ അഭിനയിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ സഭയിലെ യൂത്ത്സിനെ കുറിച്ച്, കുഞ്ഞുങ്ങളെ തൊട്ട് ദൈവാത്മാവ് ശക്തമായും എന്നോട് സംസാരിച്ച കാര്യമാണ് പറയുന്നത്. അവർ പുറമെ അഭിനയിക്കുക, ആത്മസാന്നിധ്യം വിട്ട്, ആത്മശക്തി വിട്ട് അവർ വേറൊരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുക. ദൈവാത്മാവ് ഇത് എന്നോട് ഇടപെട്ടപ്പോൾ ഞാൻ 2 പ്രാവശ്യം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇത് ഞാൻ പറഞ്ഞ ശരിയാവത്തില്ല. പല പ്രാവശ്യം പറഞ്ഞതാ, എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. ദൈവാത്മാവ് വ്യക്തമായി പറഞ്ഞു, ഈ ഒരു പ്രാവശ്യവും കൂടെ പറയുക, പിന്നെ പറയണ്ട. ഈ ഒരു പ്രാവശ്യം കൂടെ പറയുക, പിന്നെ പറയണ്ട. ഈ കാലഘട്ടത്തിൽ അവരെ കൈവിട്ടു പോയാൽ, അവർ ഉപ്പുകല്ലായി തീർന്നാൽ അവരെ മടക്കി ലഭിക്കാൻ പാടാ. 6-7 മാസമായി കൊറോണയുടെ സീസൺ നമ്മുടെ ഈ ദേശത്തെല്ലാം ഉണ്ടായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ വലിയവർക്കോ ആർക്കും ഇതുവരെ ഒന്നും വരാതെ കർത്താവ് സൂക്ഷിച്ചെങ്കിൽ, ഇപ്പൊ കോളേജിൽ പോകുന്നുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, ഇതിന്റെ ഇടയിലും ദൈവം ഇത് വരുത്താതെ നോക്കിയെങ്കിൽ ആലയത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ പോയതിന്റെ പേരിൽ ഇത് വരത്തില്ല. എനിക്കറിയത്തില്ല ആരൊക്കെ ഇത് എങ്ങനെ എടുക്കും, എത്ര വൈരാഗ്യത്തോടെയോ എത്ര സ്നേഹത്തോടെയോ ഇത് എടുത്താലും, എങ്ങനെ എടുത്താലും എനിക്കത് വിഷയമില്ല. കാരണം ദൈവം പറയുന്നത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇതിന് ഞാൻ യോഗ്യനല്ല, അതുകൊണ്ട് പറയുക. ഒരു 6 മാസത്തിന് മുമ്പ് നമ്മുടെ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിച്ച് അവർ കരഞ്ഞും പ്രാർത്ഥിച്ചും എല്ലാം അന്യഭാഷകൾ പ്രാപിച്ച് അവർ മുൻപിൽ നിൽക്കുകയാണ്. എന്നാൽ ഈ ഒരു 6-7 മാസമായി അവർ ഒത്തിരി ലോയില്ല. അത് കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ അറിയാം. ഒരുപാട് പിന്മാറ്റത്തിൽ നിൽക്കുക. മാതാപിതാക്കൾ അതിനെ അനുവദിക്കരുത്. സഭ അതിനായി പ്രാർത്ഥിക്കണം. ഇന്നു മുതൽ അവർക്കായി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. വേഗത്തിൽ വായിച്ചോട്ടെ ഒരു വാക്യം. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുൻപിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടായി. അപ്പോൾ ഇസ്ഹാക്ക് ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിന്റെ അടുക്കൽ പോയി. മതി 12-ാം വാക്യം. ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ചു മഹാധനവാനായി തീർന്നു. നിൽക്കട്ടെ. ഹല്ലേലൂയ. എങ്ങനെ അവനെ അനുഗ്രഹിച്ചത്? ഹല്ലേലൂയ. അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ചു മഹാധനവാനായി തീർന്നു. ഇസ്ഹാക്കേ, ഇതിനു മുമ്പ് താങ്കൾ വിതച്ചിട്ടില്ലേ? ഇങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ടോ? ഇതിനു മുമ്പ് വിതച്ചിട്ടില്ലേ? ഇങ്ങനെ ഒരു കൊയ്ത്തുണ്ടായിട്ടുണ്ടോ?
ഇതിനു മുമ്പ് വിതച്ചിട്ടില്ലേ? ഇങ്ങനെ വർദ്ധിക്കാൻ കഴിഞ്ഞോ? ഇസാക്ക് പറയും ഇല്ല. എന്നാൽ ഇപ്പൊ എന്തു പറ്റി? ഇസാക്ക് പറയും ഞാൻ എന്റെ വിശ്വാസത്താൽ ആ ക്ഷാമകാലത്തിൽ തന്നെ, എന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്തിൽ ഉണ്ടായതുപോലെ ഒരു ക്ഷാമമുണ്ടായി. ഞാൻ ആ കാലഘട്ടത്തിൽ തന്നെ ഞാൻ വിതച്ചു. കഴിഞ്ഞ നാളുകളിലെങ്ങും ഇല്ലാത്തതായ വലിയ പ്രശ്നത്തിലൂടെയാ കടന്നു പോകുന്നെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിട്ടില്ലാതോ ഉണ്ടായിട്ടുള്ളതോ ഇല്ലാത്തതോ ആയ വലിയ വരൾച്ചയിലൂടെയാ പ്രിയ ദൈവമക്കളെ നമ്മൾ കടന്നു പോകുന്നെങ്കിൽ, ആ നാളുകളിൽ എങ്ങും ലഭിക്കാത്തതായ ഒരു അനുഗ്രഹം, ആ നാളുകളിൽ എങ്ങും ലഭിച്ചിട്ടില്ലാത്തതായ ഒരു വർധനവ്, അത് കഴിഞ്ഞ നാളുകളിൽ ആരാധിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നിനക്ക് ലഭിക്കാത്തതായ ആത്മശക്തി, നീ വരൾച്ചയുടെ ഈ ആരാധന സ്വാതന്ത്ര്യം ഇല്ലാത്ത സമയത്ത് ദൈവത്തെ സ്തുതിക്കാൻ കഴിയാത്ത നിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ, നിന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ, വേദനയുടെ നടുവിൽ നീ സന്തോഷത്തോടെ നീ സ്തുതിക്ക്. ഇതുവരെ ലഭിച്ചിട്ടില്ല ഒരു ആത്മശക്തി, ഒരു ആത്മാവിന്റെ നിറവ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ. അവനെ അനുഗ്രഹിച്ച ഇന്നാരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുകയാ. നീ ഒരു ആത്മശക്തിക്കായി, ആത്മനിറവിനായി കാത്തിരിക്കുകയാണോ? നിന്റെ കണ്ണീരിന്റെ മുമ്പിൽ നീ നിന്റെ കണ്ണുനീരിനെ മാറ്റിയിട്ട് സന്തോഷത്തോടെ നിന്റെ പരീക്ഷകളിൽ വിശ്വാസത്തിൽ ദൈവത്തെ സ്തുതിച്ചാൽ നിന്നെ നിറച്ച് തന്റെ ആത്മാവിനാൽ നിറച്ച് നിന്നെ ഒരു ആത്മ നദിയാക്കി മാറ്റുവാൻ. ഇസ്ഹാക്കിനോട് ചോദിച്ചാ പറയും, ഇസ്ഹാക്ക് പറയും ഇങ്ങനെ ഒരു ക്ഷാമം വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഞാൻ അനുഗ്രഹിക്കപ്പെടത്തില്ലായിരുന്നു. ഹല്ലേലൂയ. പറയാൻ പറ്റുമോ? ഇങ്ങനെ ഒരു പ്രശ്നം എന്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് ഉണ്ടാവത്തില്ലായിരുന്നു. ഇങ്ങനെ ഒരു പ്രശ്നം ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കത്തില്ലായിരുന്നു. ഇങ്ങനെ ഒരു രോഗം വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ എന്റെ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ഹല്ലേലൂയ വിടുതൽ അനുഭവിക്കത്തില്ലായിരുന്നു എന്ന്. ഇന്ന് വിശ്വാസത്തോടെ പ്രശ്നത്തിന്റെ നടുവിൽ, പ്രയാസത്തിന്റെ നടുവിൽ, വിശ്വാസത്തിന്റെ പലതര ശോധനയുടെ മധ്യയിൽ നീ സന്തോഷിക്കുമെങ്കിൽ നിനക്കൊരു സ്ഥിരതയുണ്ടാകും. ഹല്ലേലൂയ. നീ അതിനൊത്തവണ്ണം പ്രവർത്തിച്ചാൽ ഒന്നിനും കുറവില്ലാതെ, എങ്ങനെ ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചതുപോലെ അനുഗ്രഹിച്ച് അവനെ മഹാസമ്പന്നനാക്കിയതുപോലെ തിരുവചനത്തിൽ പറയുക, നിനക്ക് ഒന്നിനും കുറവില്ലാത്തവനായി, ഒന്നിനും കുറവില്ലാത്തവനായി. അടുത്ത വാക്യം വായിക്കാമോ? അവന് ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസീദാസന്മാരും ഉണ്ടായിരുന്നു കൊണ്ട് ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ഒരു മിനിറ്റ് നിൽക്കട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ഹല്ലേലൂയ സഭയായി ഈ പ്രശ്നത്തിന്റെ മധ്യേ ആരാധിക്കാൻ തയ്യാറാവുമെങ്കിൽ, പ്രശ്നത്തെ പ്രതികൂലത്തെ കണ്ട് ഭയന്നിരിക്കാതെ ഐക്യതയോടെ കൂട്ടായ്മ ആചരിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമെങ്കിൽ ഈ ദേശത്തിൽ വലിയ കൊയ്ത്ത് നൽകുവാൻ നമ്മളെല്ലാം കഴിഞ്ഞ 3.5 വർഷമായി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. ദേശത്ത് വലിയ കൊയ്ത്തുണ്ടാകണം, ദേശത്ത് വലിയ വിടുതൽ ഉണ്ടാകണം. നമ്മുടെ സഭയെ ഒരു വെളിച്ചമായി ദേശത്തിൽ നിൽക്കണം. ഹല്ലേലൂയ. എന്നാലും ഹല്ലേലൂയ, സ്ഥിരതയുടെ പ്രവൃത്തി ചെയ്യാൻ സഭ തയ്യാറാണെങ്കിൽ,
ഒരു വർധനമുണ്ട്. ഇങ്ങനെ അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണാം. ഹല്ലേലൂയ. ജനമെല്ലാം തനിക്കുള്ളതെല്ലാം വിറ്റ് അവർ എല്ലാവർക്കും ഉള്ളത് ഒന്നായി കണ്ടു. അവർ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിച്ചു. ദേശത്ത് വലിയ ഉണർവുണ്ടായി. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ആത്മനിറവ് പ്രാപിച്ചവരെല്ലാം അവർ ഒരുമിച്ച് കൂടി അവർ കൂട്ടായ്മ ആചരിച്ചു. അവർ തനിക്കുള്ളതെല്ലാം വിറ്റ് ഹല്ലേലൂയ നമുക്ക് ഉള്ള എല്ലാ പ്രശ്നങ്ങളെയും മാറ്റിവെച്ച് ഒരുമിച്ച് കൂടിയാൽ ദൈവാത്മാവ് ഇതൊരു ദൂതായിട്ട് സഭയ്ക്കോട് പറയുന്നത്. ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ദേശത്തിൽ വലിയ കൊയ്ത്തുണ്ടാകും. അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടിയ കാലഘട്ടം ഹല്ലേലൂയ സ്വാതന്ത്ര്യത്തോടെ സുവിശേഷം അറിയിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലല്ല. ഹല്ലേലൂയ. അവരുടെ പരിശോധനയുടെ മധ്യേ, അവരുടെ വിശ്വാസത്തിന്റെ പരിശോധനയുടെ മധ്യയിലും അവർ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിച്ചപ്പോൾ ഹല്ലേലൂയ വലിയ ഉണർവ് അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ അന്ത്യനാളിലെ ഉണർവിനായി കാത്തിരിക്കുന്ന അനേകം സഭകളോട്, അനേക ദേശത്തോട് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ദൂതറിയിക്കുകയാ. നിനക്ക് അന്ത്യനാളിലെ ഉണർവിൽ പങ്കാളിയാകണമെങ്കിൽ ഹല്ലേലൂയ നിന്റെ പ്രശ്നങ്ങളെ മാറ്റി നിർത്തി നീ ഒരുമിച്ച് ഐക്യതയോടെ കൂട്ടായ്മ ആചരിച്ച് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഇതുവരെ സഭകൾ കണ്ടിട്ടില്ലാത്ത ഉണർവ്, സഭകൾ കണ്ടിട്ടില്ലാത്ത കൊയ്ത്ത് ഈ അന്ത്യനാളുകളിൽ ദൈവാത്മാവ് ചെയ്തെടുക്കണമെങ്കിൽ ഇതേ പ്രശ്നങ്ങളുടെ നടുവിൽ ഇതേ വരൾച്ചയുടെ, കാരണം ഇപ്പോൾ ഇതൊരു ആത്മീക വരൾച്ചയുടെ സമയമാണ്, ആത്മീയ ക്ഷാമത്തിന്റെ ടൈമാ. കാരണം ദേവാലയങ്ങൾ തുറക്കാൻ പറ്റുന്നില്ല. പല രാജ്യങ്ങളിലും എല്ലാവരും കൂടി വരുന്നില്ല. ഐക്യതയോടെ എല്ലാവരും പ്രാർത്ഥിക്കുന്നില്ല. എല്ലാവരും അവരവരുടെ ഭവനങ്ങളിലും പലയിടങ്ങളിലും ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനാ വിഷയത്തിന്റെ മുൻപേ അവർ ഉണർവ് എന്ന് പറഞ്ഞാൽ കൂടുതലും പേഴ്സണൽ കാര്യങ്ങളിൽ ഒതുങ്ങിപ്പോകുകയാണ്. പേഴ്സണൽ വിടുതലുകൾ. എന്നാൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ അതല്ലായിരുന്നു. അവർ പേഴ്സണൽ ആയിട്ടുള്ളത് എല്ലാത്തിനെയും അങ്ങ് വിറ്റു, എല്ലാത്തിനെയും അങ്ങ് മാറ്റിയിട്ട് അവർ ഒരുമിച്ച് കൂടി ഒറ്റ വിഷയത്തിനായിരുന്നു, ഉണർവിനായി. ഹല്ലേലൂയ. വ്യത്യാസങ്ങളില്ലാതെ, ജാതി മത ഇങ്ങനെ അവരുടെ ഭാഷയ്ക്കോ ഹല്ലേലൂയ അവരുടെ സ്റ്റാറ്റസിന്റെ ഒന്നും ഒരു വ്യത്യാസമില്ലാതെ അവർ ഒരുമിച്ച് കൂടി. ഹല്ലേലൂയ. അന്ത്യനാളുകളിൽ ഇതുപോലെ ഉണർവുണ്ടാകണമെങ്കിൽ ക്ഷാമ സമയത്ത്, ഈ വരൾച്ചയുടെ സമയത്ത് വിതയ്ക്കാൻ എത്ര പേർ തയ്യാറാ? വിതയ്ക്കാൻ എത്ര പേർ തയ്യാറാ? ഹല്ലേലൂയ. വായിച്ചട്ടെ, നമ്മൾ ആ വായിച്ചതിന്റെ വാക്യം. ഹല്ലേലൂയ. ഇസ്ഹാക്കിന് ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസീദാസന്മാരും ഉണ്ടായിരുന്നത് കൊണ്ട് ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ഹല്ലേലൂയ. വിശ്വസിച്ച് ഏറ്റെടുക്കാൻ കഴിയുന്നവർ ഏറ്റെടുത്തോ. ഈ മാസത്തിൽ ഹല്ലേലൂയ വലിയ വർധനവുണ്ടാകാൻ പോകുക. സഭയ്ക്കകത്ത്, കുടുംബങ്ങളുടെ അകത്ത് ഹല്ലേലൂയ വ്യക്തിപരമായ ജീവിതത്തിലെല്ലാം ആത്മീകവും ഭൗതികവുമായ വലിയ വർധനവ്. ഹല്ലേലൂയ. ആരോടാ ദൈവാത്മാവ് ഇത് പറയുന്നതെന്ന് അറിയാമോ? ക്ഷാമ സമയത്തും നീ വിതയ്ക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ, നിന്റെ സഭയ്ക്കകത്ത്, നിന്റെ കുടുംബത്തിന്റെ അകത്ത്, നിന്റെ ജോലി മേഖലയിൽ, നിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ, നീ എവിടൊക്കെ പോകുന്നോ അവിടെ എല്ലാം വലിയ വർധനവുണ്ടാകാൻ പോകുന്നു.
Rikabala Shataravala Bashaba. Rikatala Shabataraba. Oh Shabala. ദൈവമക്കളെ, വിശ്വാസികൾ എന്നാണ് നമ്മുടെ പേര്. ആ വിശ്വാസത്തിനൊത്ത ആ പേരിനൊത്തവണ്ണം പ്രവൃത്തി ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ തയ്യാറാവാൻ ഹല്ലേലൂയ. എത്ര പേർ കരങ്ങളെ ഉയർത്തി ഒന്ന് ദൈവസന്നിധി പറയും, കർത്താവേ, ഓ ഈ ക്ഷാമത്തെ അല്ല ഞാൻ നോക്കുന്നത്, മഴയെ അല്ല ഞാൻ നോക്കുന്നത്, മഞ്ഞിനെ അല്ല ഞാൻ വിശ്വസിക്കുന്നത്, വെള്ളത്തെ അല്ല ഞാൻ വിശ്വസിക്കുന്നത്, ഹല്ലേലൂയ, ഈ ഭൂമിയെ അല്ല ഞാൻ വിശ്വസിക്കുന്നത്, എന്റെ സാഹചര്യങ്ങളെ അല്ല ഞാൻ വിശ്വസിക്കുന്നത്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ അല്ല ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാകയാൽ, ഓ സകലത്തെ ഉളവാക്കിയവനെ ആകയാൽ, എന്നെ നീതിയോടെ വിളിച്ചവനെ, എന്നെ നീതിയോടെ വിളിച്ചവനെ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ ക്ഷാമകാലത്തിലും ഓ glory, 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 hallelujah, hallelujah. ഇന്നലെ രാവിലെ സോണിക്ക് ജോലി ഉണ്ടായി. ജോലിക്ക് കൊണ്ടുവിട്ടിട്ട് വരുന്നത് ഒരു സെവന്ത് അഡ്വന്റിസ്റ്റ് ചർച്ചിന്റെ മുമ്പിലൂടെയാണ്. ഇന്നലെ ഞാൻ അതിലെ വരുമ്പോ അവരുടെ പാർക്കിംഗ് ലോട്ട് ഫുള്ളാ. ആ പാർക്കിംഗ് ലോട്ട് ഫുള്ളാ. കാരണം അവർ ശനിയാഴ്ച ആരാധിക്കാൻ കൂടിയിരിക്കുക. നമ്മളെ പറയുന്നത് വിശ്വാസികളെന്നാ. ഹല്ലേലൂയ. നമ്മളെ ആദ്യം ദേവാലയം പൂട്ടിയിട്ട് വീട്ടിലിരിക്കുന്നത്. ഹല്ലേലൂയ. അവരുടെ ഡോക്ടറിൻ പോലും ശരിയല്ലെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അവർ വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ ശിഷ്യന്മാർ ചിലർ വന്ന് പറഞ്ഞു, കർത്താവേ, നിന്നെ അറിയാത്തൊരുത്തൻ, നിന്നെ ഫോളോ ചെയ്യാത്തൊരുത്തൻ നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു, ഞങ്ങൾ അവനെ തടഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് വിശ്വാസികൾ എന്ന പേരുള്ള നമ്മൾ പലരും ഇതാ ചെയ്യുന്നത്. അവരുടെ ഡോക്ടർ ശരിയല്ല, അവരുടെ പ്രവൃത്തി ശരിയല്ല. ഹല്ലേലൂയ. കർത്താവായ യേശു പറഞ്ഞു, അവരെ തടയരുത്. നമ്മൾ പലരെ ഇങ്ങനെ വിധിക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ വിശ്വാസത്തിന് പ്രവൃത്തി ഉണ്ടോ? ഞാൻ നോക്കുമ്പോൾ അവർ പാർക്കിലോട്ട് മുഴുവൻ വണ്ടിയാ, പ്രായമായവർ തൊട്ട് എല്ലാവരും മാസ്ക് അണിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും ചർച്ചിന്റെ അകത്തേക്ക് കയറി പോകുന്നു. കണ്ടപ്പോൾ ഒത്തിരി വിഷമം തോന്നി, ഒരുപാട് വേദന തോന്നി. സ്കൂളിൽ പോകാനോ കോളേജിൽ പോകാനോ ജോലിക്ക് പോകാനോ പിന്നെ അല്ലാത്ത വെക്കേഷൻ പോകാനോ ഒന്നും ആർക്കും മടിയില്ല. വിശ്വാസികളുടെ കാര്യമാണ് പറയുന്നത്. ദൈവത്തെ ആരാധിക്കാൻ വരാൻ മടിയാണ്. ഇവിടെ എങ്ങും പോയിട്ട് വരാത്ത രോഗം ദൈവത്തെ സ്തുതിക്കാൻ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ ദൈവത്തെ നിന്ദിക്കുകയല്ലേ? അപ്പൊ തന്നെ നമ്മൾ ദൈവത്തെ നിന്ദിക്കുകയല്ലേ? നമ്മൾ ഇവിടെ എല്ലാം പോയി ദൈവം കാത്തു, ദൈവത്തെ ആരാധിക്കാൻ പോയ ഇത് വരുമെന്ന് നമ്മുടെ ചിന്ത. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവാത്മാവ് നമ്മളെ കുറിച്ചും നമ്മുടെ സഭയെ കുറിച്ചും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ, ആരൊക്കെയാണോ കേൾക്കുന്ന ആ വ്യക്തികളെ കുറിച്ചുള്ള പ്ലാനുകൾ വലുതാ. നീ ഉപ്പുകല്ലായി തീരാനല്ല, നീ സാഹചര്യങ്ങളെ നോക്കി പിന്തിരിഞ്ഞു നിന്ന് ഉപ്പുകല്ലായി തീരാനല്ല, സാഹചര്യങ്ങളെ തിരിഞ്ഞു നോക്കാതെ ദൈവം കൽപ്പിക്കുന്ന വാക്കിനനുസരിച്ച് ഓടി പർവ്വതത്തിലേക്ക് കയറാൻ നീ തയ്യാറാണെങ്കിൽ, ഓടി പർവ്വതത്തിലേക്ക് ലോത്ത് ഓടി പർവ്വതത്തിലേക്ക് കയറി. ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞ് സാഹചര്യങ്ങളെ നോക്കി തനിക്കുള്ള സമ്പത്തിനെയൊക്കെ നോക്കി തിരിഞ്ഞു നിന്നു. ഹല്ലേലൂയ. നീ തിരിഞ്ഞു നിൽക്കാൻ അല്ല ദൈവം വിളിച്ചത്, ദൈവം വാക്കിനനുസരിച്ച് വിശ്വാസത്താൽ നീ ഓടിക്കയറാൻ. ഹല്ലേലൂയ. ഒരു ഏലിയാവ് ഭയന്നോടിയ, ഇസബേലിന്റെ വാക്കിന് ഭയന്ന് പോയ ഏലിയാവ്
ഒരു ഗുഹയ്ക്കകത്ത് കയറിയിരുന്നു. ദൈവം പറഞ്ഞു, നീ എന്തിന് ഇതിന്റെ അകത്തിരിക്കുന്നു? നീ ഇറങ്ങ, എന്റെ മുൻപിലേക്ക് ഇറങ്ങി നിൽക്ക. ഹല്ലേലൂയ. അവിടെ പറഞ്ഞു വലിയ കാറ്റുണ്ടായി, ഭൂകമ്പം ഉണ്ടായി, അഗ്നി ഉണ്ടായി. അതിനുശേഷം ദൈവത്തിന്റെ മൃദുസ്വരം കേട്ടു. ഹല്ലേലൂയ. അതിനുശേഷം ദൈവത്തിന്റെ മൃദുസ്വരം കേട്ടു. ദൈവത്തിന്റെ മൃദുവായ സ്വരം കേൾക്കുന്നതിന് മുമ്പേ, ഹല്ലേലൂയ, ഏലിയാവേ, നിന്നെ ഗുഹയ്ക്കകത്ത് നിറക്കി നിർത്തിയത് അനുകൂലമായ ഒരിടത്തല്ല, വലിയ കൊടുങ്കാറ്റിലോട്ട്, വലിയ ഭൂകമ്പത്തിലോട്ട് ഇറക്കി നിർത്തിയത്. ഇന്ന് ഹല്ലേലൂയ ദൈവമക്കളെ, ദൈവത്തിന്റെ സ്വരം കേൾക്കണമെങ്കിൽ പോലും നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ വലിയ കാറ്റുകളെ നോക്കി നീ നിൽക്കരുത്. നിന്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭൂകമ്പങ്ങളെ നോക്കി നീ നിൽക്കരുത്. ഓ ഹല്ലേലൂയ, വലിയ തീ അഗ്നിയെ നോക്കി നീ നിൽക്കണ്ട. ഹല്ലേലൂയ, ഇതെല്ലാം നിന്റെ ജീവിതത്തിലൂടെ കടന്നു പോയാലും ഇതിൽ ഫോക്കസ് ചെയ്യാതെ, ഇതിൽ ഹല്ലേലൂയ നീ പതറി തിരിച്ചു ഗുഹയ്ക്കകത്തേക്ക് പോകാതെ, ഇതിന്റെ മധ്യേ നിന്നെ വിളിച്ചിറക്കിയവനെ വിശ്വസിച്ച് നിന്നാൽ നീ അവന്റെ സ്വരം കേൾക്കും. ഹല്ലേലൂയ. ഒന്ന് നോക്കിയോട്ടെ, ഒരു ഇസബേലിന്റെ വാക്കിന് ഭയന്ന് ഓടിയവൻ, ഹല്ലേലൂയ, ദൈവം അവനെ കൊണ്ടുവന്ന് നിർത്തി എവിടാന്നറിയാമോ? അവൻ ഗുഹയ്ക്കകത്ത് കയറി സുരക്ഷിതനായിരിക്കുക, അതിന്റെ അകത്തുനിന്ന് പുറത്തോട്ട് ഇറക്കി നിർത്തി. തന്റെ മൃദുസ്വരം കേൾപ്പിക്കുന്നതിന് മുമ്പേ വലിയൊരു കൊടുങ്കാറ്റിനെ അയച്ചു, വലിയൊരു ഭൂകമ്പത്തെ അയച്ചു, വലിയ അഗ്നിയെ അയച്ചു. ഹല്ലേലൂയ. ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ ഈ നിമിഷങ്ങളിൽ നീ കടന്നു പോകുന്നത് കൊടുങ്കാറ്റിനെയോ ഭൂകമ്പത്തെയോ അഗ്നിയോ ഒക്കെ ആണെങ്കിൽ, നീ ഇന്ന് ദൈവാത്മാവ് നിന്നോട് ശക്തമായി ദൂത് പറയുക, ഇതിന്റെ പിന്നാലെ നീ ഇതിൽ പതറി ഗുഹയ്ക്കകത്ത് തിരിച്ചു കയറാതെ, ഇതിന്റെ അകത്ത് നിന്റെ വിശ്വാസത്തെ കാത്ത് ഈ പ്രതികൂലത്തിന്റെ മധ്യേ നീ ഉറച്ചു നിന്നാൽ, നിന്റെ ഗുഹയ്ക്കകത്ത് നിന്ന്, ഇരുളിൽ നിന്ന് നിന്നെ വിളിച്ചിറക്കിയവനെ, അവന്റെ വാക്കിൽ നീ വിശ്വസിച്ചു നിന്നാൽ നീ അവന്റെ സ്വരം കേൾക്കും. സ്വരം കേൾക്കുക മാത്രമല്ല, പുതിയൊരു ദൗത്യം നിന്റെ മേൽ ദൈവാത്മാവ് ഏൽപ്പിക്കും. ദേശത്തെ ജനത്തെയും ഒരുപോലെ നശിപ്പിക്കുന്ന ശക്തികളെ ഇല്ലാതാക്കത്തക്ക രീതിയിൽ ചിലരെ അഭിഷേകം ചെയ്യുവാൻ ഏലിയാവേ ഹല്ലേലൂയ. ദൈവ ശബ്ദം കേട്ടിറങ്ങിയവരാ പലരും. വഴിക്ക് വെച്ച് ലോത്തിന്റെ ഭാര്യയെ പോലെ തിരിഞ്ഞു നിൽക്കാതെ നീ ഹല്ലേലൂയ നീ പ്രശ്നത്തെ ഹല്ലേലൂയ വിശ്വാസത്താൽ ജയിക്കാൻ തയ്യാറാണെങ്കിൽ, ചിലർ ദൈവ ശബ്ദത്തെ കേൾക്കാൻ പോകുന്ന ദിവസമാണെന്ന് ആരോടോ ദൈവാത്മാവ് ശക്തമായി ഇടപെടുക. നീ ഈ ദിവസങ്ങളിൽ വലിയ കഷ്ടതയിലൂടെ പോകുന്നെങ്കിൽ, വലിയ പ്രയാസത്തിലൂടെ പോകുന്നെങ്കിൽ, പലപ്പോഴും നിന്റെ വിശ്വാസത്തിന്റെ ശോധനയിലൂടെയാ നീ ആയിരിക്കുന്നെങ്കിൽ, നീ അതിൽ ഉറച്ച് വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്താൽ, ആരും കേൾക്കാത്ത ദൈവശബ്ദം, ആരും കേൾക്കാത്ത ദൈവിക പദ്ധതികളുടെ ദൗത്യം നിന്റെ മേൽ കൈമാറുവാൻ ഏലിയാവ് പറഞ്ഞു, കർത്താവേ, ഞാൻ ഒരുവൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. കർത്താവ് പറഞ്ഞു, ഇല്ല, 7,000 പേരെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. എന്നാൽ 7,000 പേരെയും ഏൽപ്പിക്കാത്തൊരു ദൈവിക ദൗത്യം നിന്റെ മേൽ ഏൽപ്പിക്കാനാ ഏലിയാവേ നിന്നെ ഞാൻ ഈ ഗുഹയ്ക്കകത്ത് പുറത്തോട്ട് ഇറക്കുന്നത്. അനേകരെ ഏൽപ്പിക്കാത്ത ചില ദൈവിക ദൗത്യങ്ങളെ
ഏൽപ്പിക്കാൻ പ്രിയ മകനെ മകളെ, നിന്റെ ജീവിതത്തിൽ ഈ കൊടുങ്കാറ്റ് വീശുന്നത്, നിന്റെ ജീവിതത്തിൽ ഈ ഭൂകമ്പത്തിന്റെ പ്രശ്നത്തിന്റെ പ്രതികൂലത്തിന്റെ അവസ്ഥ എന്തെന്ന് നീ തിരിച്ചറിയുക. എന്തിനാണെന്നറിയാമോ? മറ്റനേകർ ആശിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും ഏൽപ്പിക്കാത്ത ചില ദൗത്യങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് പകരാൻ ബാലിന് മുട്ടുമടക്കാത്ത 7000 ഉണ്ടെങ്കിലും ആ 7000ത്തിന് ഏൽപ്പിക്കാതെ നിനക്ക് വേണ്ടി ചിലത് സെപ്പറേറ്റ് ചെയ്യുക. ഇന്ന് ആർക്കൊക്കെ വേണ്ടി ദൈവാത്മാവ് ചിലതിനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. ചില കൃപാവരങ്ങളെ, ചില ദൈവിക ദൗത്യങ്ങളെ, ചില സ്പെഷ്യൽ മിനിസ്ട്രികളെ ദൈവാത്മാവ് ചിലർക്ക് വേണ്ടി സെപ്പറേറ്റ് ചെയ്യുക. പഴയകാല വിശുദ്ധന്മാർ കാണാൻ ആഗ്രഹിച്ചത്, കേൾക്കാൻ ആഗ്രഹിച്ചത്, പ്രാപിക്കുവാൻ ആഗ്രഹിച്ചത് അവർക്ക് കൊടുക്കാതെ പുതിയ കാലഘട്ടത്തിലെ ശുശ്രൂഷകർക്ക് വേണ്ടി മാറ്റി സെപ്പറേറ്റ് ചെയ്ത് വെച്ച അതേ ദൈവാത്മാവ് ഇന്ന് ഈ പകൽക്കാലം ചിലരോട് ദൂതറിയിക്കുക. മറ്റുള്ളവർക്ക് കൊടുക്കാതെ ഞാൻ വെച്ചിരിക്കുന്നത് ഇരുളുകളിൽ ഞാൻ മറച്ചു വെച്ചിരിക്കുന്നത്, എന്റെ ട്രഷറുകളിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നിനക്കായി തുറന്നു തരുന്ന ദിവസങ്ങളാണെന്ന്. ഫെലിസ്ത്യർ കണ്ട് അസൂയപ്പെടുന്ന രീതിയിൽ അവരുടെ ദേശത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിച്ചെങ്കിൽ, ഫെലിസ്ത്യർ കാണാൻ ആഗ്രഹിച്ചിട്ട് കാണാത്ത കൊയ്ത്ത്, കാണാത്ത അനുഗ്രഹം ഞാൻ നിന്റെ മേൽ തന്നെങ്കിൽ, ദൈവാത്മാവ് ഈ കാലഘട്ടത്തിലും ഈ നിമിഷങ്ങളിൽ പോലും ഈ സെക്കൻഡിൽ ദൈവാത്മാവ് ഈ ദൂത് പറയുന്ന ഈ സെക്കൻഡിൽ ചിലരെ തൊട്ടുകൊണ്ടിരിക്കുക. ആത്മാവിൽ ഞാൻ ശക്തമായി തിരിച്ചറിയുന്ന ദൈവാത്മാവ് തൊട്ടുകൊണ്ടിരിക്കുക. നീ അത് പ്രാപിക്കുക. അനേകം പ്രാപിക്കാൻ നോക്കിയിട്ട് ലഭിക്കാത്തത് അനേകർ ആഗ്രഹിച്ച സൗഖ്യം അവർക്ക് ലഭിക്കാത്തത് നിനക്കിന്ന് പകർന്ന് അനേകർ ആഗ്രഹിച്ചിട്ട് ലഭിക്കാത്ത വിജയം നിനക്ക് പകരാൻ അനേകർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ദേശങ്ങളിൽ ദൈവത്തിന്റെ വചനവുമായി പോയി നിൽക്കുവാൻ നിന്നെ ഒരു സ്പെഷ്യലായി ഇന്ന് പകൽ ദൈവാത്മാവ് മാറ്റുക. സൂര്യനോട്, മഴയോട്, മഞ്ഞനോട് കൽപ്പിക്കുന്ന അധികാരത്തിന്റെ ശുശ്രൂഷകളെ ഈ അന്ത്യനാളുകളിൽ ചെല്ലണമേ. അനേകർ ആഗ്രഹിച്ചിട്ട് പരാജയപ്പെട്ടെടുത്ത് ദൈവാത്മാവ് നിന്നെ സെലക്ട് ചെയ്തിരിക്കുക. പരാജയപ്പെടാനല്ല, നിന്നെ ജയാളിയാക്കി. പക്ഷെ ഒരു കാര്യം ഇന്ന് ദൈവാത്മാവിന് നിന്നോട് ചോദിക്കാറുണ്ട്. നീ ഈ ക്ഷാമകാലത്തിൽ നീ വിതയ്ക്കാൻ തയ്യാറാണോ? ഈ പ്രശ്നത്തിന്റെ നടുവിൽ നീ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാണോ? അനേകർ കണ്ട് അസൂയപ്പെടുന്ന രീതിയിൽ നിന്നെ വർദ്ധിപ്പിക്കുവാൻ, നിന്നെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കുവാൻ അനേകർ ആഗ്രഹിച്ചിട്ട് സഭകൾ നിറയുന്നില്ല. എന്നാൽ വർദ്ധിക്കും. ഇതിനെ ദൈവാത്മാവ് അനുഗ്രഹിച്ച് നിറയ്ക്കാൻ പോകുന്നതിനായി
അർത്തവാല വൈഡാരാബ ശൈഡാരാജ റിഗവാല ചൂടവാല റിഗവ 2020 സെപ്റ്റംബർ മാസം ഓ ദൈവാത്മാവ് ഓ രാക്ഷാലവരവ ഓ ചില നിറവിന്റെ വർദ്ധനവിന്റെ മാസമാക്കി ഓ ചില ജയത്തിന്റെ മാസങ്ങളാക്കി പ്രതികൂലത്തിന്റെ നടുവിൽ വർദ്ധിപ്പിക്കുന്ന ദൈവം. എന്തിനാ ദൈവമേ എന്റെ ജീവിതത്തിൽ ഈ പ്രതികൂലം എന്ന് ചോദിക്കത്തില്ലേ? ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം പറയുക, എന്തിനാ മകനെ, എന്തിനാ മകളെ നിന്റെ ജീവിതത്തിൽ ഈ പ്രതികൂലം അറിയാമോ? ഈ പ്രതികൂലത്തിൽ ഇരുത്തി നിന്നെ വർദ്ധിപ്പിക്കാൻ, ഈ പ്രതികൂലത്തിന്റെ അകത്തിരുത്തി നിന്നെ നിറയ്ക്കാൻ, ഈ പ്രതികൂലത്തിന്റെ അകത്തിരുത്തി നിന്നെ പുതിയ ദൗത്യങ്ങൾ ഏൽപ്പിച്ച് പുറത്തു കൊണ്ടുവരുവാൻ. ഓ നിന്റെ അനുഗ്രഹത്തെ തടയുന്ന വരൾച്ചയിൽ, ക്ഷാമത്തിൽ തന്നെ നിനക്ക് 100 മേനി നൽകുവാൻ. പത്രോസിനെ കർത്താവായ യേശു സെലക്ട് ചെയ്തത് എപ്പോഴാണെന്നറിയാമോ? പത്രോസ് വലിയ പ്രതികൂലത്തിന്, വലിയ വേദനയുടെ നടുവിലിരിക്കുകയാ. എന്താ പത്രോസേ? രാത്രി മുഴുവൻ അധ്വാനിച്ചു. ചിലരോട് ദൈവാത്മ പറയുക, നിന്റെ അധ്വാനത്തിന്റെ ഫലം നീ കഴിഞ്ഞ നാളുകളിൽ മുഴുവൻ അധ്വാനിച്ചിട്ട് നിനക്ക് നേടാൻ കഴിയാത്തതായത്. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. കർത്താവ് പറഞ്ഞു, നീ വള്ളമിറക്ക, നീ വലയെടുക്ക. പത്രോസ് പറഞ്ഞു, ഓ ഇതിന്റെ അകത്ത്, ഈ സമുദ്രത്തിൽ ഒന്നും ഇല്ല കർത്താവേ, ഇതിന്റെ അകത്ത് ഒന്നുമില്ല. ഓ ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചതാ, ഇതിന്റെ അകത്തൊന്നുമില്ല. ഇന്ന് പലരും പറയുന്നത് ഇങ്ങനെ, കർത്താവേ ചെയ്യാൻ പറ്റത്തില്ല, പ്രവർത്തിക്കാൻ ഒക്കത്തില്ല, പ്രതികൂലമാ. എന്നാ കർത്താവിന് പറയാനുള്ളത്, നിനക്ക് മത്സ്യത്തെ നൽകാതിരുന്ന അതേ സമുദ്രത്തിൽ നിന്ന് തന്നെ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു മത്സ്യത്തിന്റെ നിറവിനെ ഓ ഹല്ലേലൂയ. ഏത് സമുദ്രമാണോ നിനക്ക് മത്സ്യം നൽകാതെ ഹല്ലേലൂയ നിന്നെ ഇട്ട് അധ്വാനിപ്പിച്ച് കഷ്ടപ്പെടുത്തിയത്, അതേ സമുദ്രത്തിൽ നിന്ന് തന്നെ നിന്റെ വല കീറുവോളം, നിന്റെ ബോട്ട് നിറയുവോളം, നീ നിന്റെ മറ്റുള്ള സ്നേഹിതരെ കൂടെ വിളിച്ച് നിറയ്ക്കുവോളം ഹല്ലേലൂയ തരുവാൻ ശക്തനായ ഒരു ദൈവം. എന്നാൽ പത്രോസിനുള്ള ഗുണത്തെ ദൈവാത്മാവ് ഇന്ന് ചിലരെ അന്വേഷിക്കുകയാണ്. പത്രോസിനുണ്ടായ ഗുണത്തെ, ആ ക്വാളിറ്റിയെ പത്രോസിന്റെ അധ്വാനത്തിൽ നിന്ന് മനസ്സിലായി, ഇതിൽ നിന്നൊന്നും കിട്ടത്തില്ല. അവന്റെ അറിവിൽ നിന്ന് അവൻ അറിയാം, രാത്രി അവന്റെ അധ്വാനം, അവന്റെ അറിവിൽ നിന്ന് അറിയാം, സമുദ്രം ആദ്യമായിട്ട് കാണുന്നവനല്ല, ഇതിൽ നിന്നൊന്നും കിട്ടാനില്ലെന്ന്. എന്നാൽ അവൻ ഒരു കാര്യം പറഞ്ഞു, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം നാഥാ. നിന്റെ വാക്കിന്. ഇന്നത്തെ സാഹചര്യത്തെ നോക്കി, നിന്റെ ജീവിതത്തിലെ പ്രശ്നത്തെ നോക്കി, നിന്റെ ജീവിതത്തിലെ ഇല്ലായ്മയെ നോക്കി, നിന്റെ ജീവിതത്തിലെ പരാജയങ്ങളെ നോക്കി, നിന്റെ ജീവിതത്തിലെ കണ്ണുനീരുകളെ നോക്കി, നിന്റെ തലമുറയെ നോക്കി ഇതൊന്ന് പറയാൻ കഴിയുമോ? സാഹചര്യം നോക്കിയാൽ ഒരു രക്ഷയുമില്ല പുറത്തു കടക്കാൻ. എന്നാൽ നാഥാ നിന്റെ വാക്കിന്
പറയാൻ കഴിയുമോ ദൈവമക്കളെ, നിന്റെ വാക്കനുസരിച്ച് വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യാമെന്ന്. അങ്ങനെ ചെയ്താൽ എന്തുണ്ടാകും? ഫെലിസ്ത്യർക്ക് അസൂയ തോന്നുന്ന രീതിയിൽ തിരുവചനത്തിൽ പറയുന്ന നിന്റെ ശത്രുക്കൾ കണ്ട് അസൂയപ്പെടുന്ന രീതിയിൽ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം. വായിക്കാമോ ബാക്കി? പിതാവായ അബ്രഹാമിന്റെ കാലത്ത് അവന്റെ പിതാവിന്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫെലിസ്ത്യർ മണ്ണിട്ട് നികത്തി കളഞ്ഞിരുന്നു. അബീമേലെക്ക് ഇസ്ഹാക്കിനോട്, നീ ഞങ്ങളെക്കാളും ഏറ്റവും ബലവാനാകൊണ്ട് ഞങ്ങളെ വിട്ടു പോകുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്ഹാക്ക് അവിടെ നിന്ന് പുറപ്പെട്ടു. ഏരാ താഴ്വരയിൽ കൂടാരം അടിച്ചു, അവിടെ പാർത്തു. തന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസ്ഹാക്ക് പിന്നെയും കുഴിച്ചു. തന്റെ പിതാവ് അവർക്ക് ഇട്ടിരുന്ന പേര് തന്നെ ഇട്ടു. ദൈവങ്ങളെ ശ്രദ്ധിച്ചേ, വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ വിശ്വസിക്കുന്ന ആരെയെന്ന് നന്നായി അറിഞ്ഞ, നമ്മെ നീതിയോടെ വിളിച്ച ദൈവം, എന്റെ കരം നീട്ടി ഞാൻ നിന്നെ കാക്കുമെന്ന് പറഞ്ഞ ദൈവം, ഞാൻ നിന്നെ ജനത്തിന് ന്യായവും ജാതികൾക്ക് പ്രകാശവുമാക്കുമെന്ന് പറഞ്ഞ ദൈവം, ആ ദൈവത്തെ വിശ്വസിച്ചാൽ പിതാക്കന്മാരുടെ കാലത്തിൽ കുഴിച്ചതായ കിണറ് ശത്രു എത്ര മണ്ണിട്ട് മൂടിയാലും അതിനെ തുറക്കുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കും. പിതാക്കന്മാരുടെ കാലത്ത് കുഴിച്ചതായ നീരുള്ള ഉറവകളെ ശത്രു അടച്ചെങ്കിൽ ഈ അന്ത്യ നാളുകളിൽ അതിനെ തുറക്കുവാൻ അപ്പോസ്തലന്മാരുടെ കാലത്തിൽ അവർ തുറന്ന നദിയെ, അവർ തുറന്നു വിട്ട ഉറവയെ, കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ശത്രുവായവൻ എത്ര മണ്ണിട്ട് മൂടിയാലും വിശ്വാസത്തിൽ കുതിച്ചെഴുന്നേൽക്കാൻ കഴിയുമെങ്കിൽ നിന്നെ കൊണ്ട് ആ ഉറവകളെ തുറക്കുവാൻ, നിന്നെ കൊണ്ട് ആ കിണറുകളെ തുറക്കുവാൻ അപ്പോസ്തലന്മാരുടെ കാലത്ത് അവർ നിഴൽ അടുപ്പിച്ച് രോഗികളെ സൗഖ്യമാക്കിയെങ്കിൽ ഈ അന്ത്യനാളുകളിൽ കർത്താവിൽ വിശ്വാസത്തിൽ നീ മുൻപോട്ട് നീങ്ങിയാൽ നിന്നെ കൊണ്ട് ആ ഉറവകളെ തുറക്കുവാൻ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ അവർ മരിച്ചവരെ ഉയർപ്പിച്ചെങ്കിൽ ഈ കാലഘട്ടത്തിലും അതേ ഉറവകളെ തുറക്കുവാൻ ഇസ്ഹാക്കേ, നിന്നെ ദൈവം അനുവദിച്ചതെന്താ? ഏത് ക്ഷാമത്തിലും ദൈവത്തെ വിശ്വസിച്ചിറങ്ങുന്നവരെ, ഏത് പ്രതികൂലത്തിന്റെ മധ്യയിലും ദൈവത്തെ വിശ്വസിച്ചിറങ്ങുന്നവനെ, ശത്രുവിന് എത്ര അസൂയ തോന്നി നിന്നെ ആട്ടി ഓടിച്ചാലും നീ ദൈവത്തെ വിശ്വസിച്ച് നടക്കുവാണെങ്കിൽ പിതാക്കന്മാരുടെ ഉറവകളെ തുറക്കുവാൻ
എന്നിട്ട് ഇസാക്ക് അബ്രഹാം എന്ത് പേരാണോ നൽകിയത് അത് തന്നെ അതിനിട്ടു. പിതാക്കന്മാർ ഹല്ലേലൂയ അപ്പോസ്തലന്മാർ തൊട്ട് തുടങ്ങിയ ഈ ഉണർവിൽ, ഈ ആത്മനദിയുടെ ഈ ഒഴുക്കിൽ ഹല്ലേലൂയ അവർ എന്തൊക്കെ ചെയ്തോ അതിനെയൊക്കെ ഹല്ലേലൂയ തുറന്നെടുക്കുവാൻ ഹല്ലേലൂയ. അടുത്ത വായിച്ചേ. ഇസ്ഹാക്കിന്റെ ദാസന്മാരും ആ താഴ്വരയിൽ കുഴിച്ചു നീരുറവയുള്ള ഒരു കിണർ കണ്ടു. അപ്പോൾ ഗലാദ് ദേശത്തിലെ ഇടയന്മാർ ഈ വെള്ളം ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞു ഇസ്ഹാക്കിന്റെ ഇടയന്മാരോട് ശണ്ടയിട്ടു. അവർ തന്നോട് ശണ്ടയിട്ടത് കൊണ്ട് അവൻ ആ കിണറിന് യേശുത്ത് എന്ന് പേരിട്ടു. അവർ മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടത് കൊണ്ട് അവൻ അതിന് സിഗ്ന എന്ന് പേരിട്ടു. അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞു അവൻ അതിന് രഹോബോത്ത് എന്ന് പേരിട്ടു. മതി. ഹല്ലേലൂയ. അവൻ അതിന് രഹോബോത്ത് എന്ന് പേരിട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്ഹാക്കിന്റെ ജീവിതത്തെ നോക്കിക്കേ. അവൻ വരൾച്ചയുള്ള ക്ഷാമ സമയത്ത് വിതയ്ക്കുക മാത്രമല്ല, തന്റെ പിതാവ് കുഴിച്ചാതെ ഉറവയെ അവൻ തുറന്നു. അതിനെതിരെ ജനം വന്നു. അവൻ അതിനെ വിട്ടുമാറി അടുത്തത് കുഴിച്ചു. അതിനെതിരെയും വന്നു. ഒന്നാലോചിച്ച് നോക്കിയേ. ഹല്ലേലൂയ. ആര് കുഴിച്ചതാ? അത് ഇസ്ഹാക്കിന് പറയാൻ പറ്റിയ എന്റെ അപ്പന്റെ അവകാശമാണ്. എന്റെ അപ്പൻ കുഴിച്ചതാ, ഇത് എന്റെ അവകാശമാണ്. ഹല്ലേലൂയ. ഇസ്ഹാക്ക് ഒന്നും പറയാൻ നിന്നില്ല. അവൻ അടുത്തതിനെ കുഴിച്ചു. അവന്റെ വിശ്വാസത്തിന്റെ ആഴമുണ്ടോ? ഹല്ലേലൂയ. ഒന്ന് കുഴിച്ചു, രണ്ട് കുഴിച്ചു. ഹല്ലേലൂയ. അതിന് പ്രശ്നം വന്നപ്പോ ഞാൻ ഈ കിണർ കുഴിപ്പ് നിർത്തുവാന്നല്ല പറഞ്ഞത്. ഹല്ലേലൂയ. ജീവിതത്തിൽ പല പ്രാവശ്യം പരാജയങ്ങൾ വന്നാലും ഞാൻ നിർത്തിയെന്നല്ല കർത്താവെ പറയേണ്ടത്. കർത്താവ് എനിക്ക് സ്വസ്ഥത നൽകുന്നത് വരെയും വിശാലത നൽകുന്നത് വരെയും ഹല്ലേലൂയ വിശാലത നൽകുന്നത് വരെയും. ഒന്നൊക്കെ ഇസ്ഹാക്ക് അതിനിട്ട പേരുകൾ ശ്രദ്ധിച്ചായിരുന്നോ? ഒന്ന് വായിക്കാമോ? ആദ്യത്തെ കിണറിന് അവൻ തന്നോട് ശണ്ടയിട്ടത് കൊണ്ട് അവൻ ആ കിണറിന് യേശുത്ത് എന്ന് പേർ വിളിച്ചു. യേശുത്ത് എന്ന് പേർ വിളിച്ചു. അവർ മറ്റൊരു കിണർ ഒരു മിനിറ്റ്. ഹല്ലേലൂയ. അവൻ അതിന് യേശുത്ത് എന്ന് പേർ വിളിച്ചു. ഹല്ലേലൂയ. യേശുത്തിന്റെ അർത്ഥം തർക്കമെന്ന. ഹല്ലേലൂയ. തർക്കമുണ്ടായപ്പോൾ ഇസ്ഹാക്ക് മാറി അടുത്തൊന്ന് കുഴിച്ചു. അതിനും തർക്കമുണ്ടായി. അതിനെന്താ പേരിട്ട്? സിഗ്ന എന്ന്. സിഗ്നയുടെ അർത്ഥം വൈരാഗ്യമെന്ന. ഹല്ലേലൂയ. തർക്കമെന്നും വൈരാഗ്യമെന്നും പേരിട്ടു. ഹല്ലേലൂയ. ഇസ്ഹാക്ക് തർക്കിക്കാൻ പോയോ? ഇല്ല, അവൻ മാറിപ്പോയി. പക്ഷെ ഇത് എവിടെ നിന്നാ തുടങ്ങിയെന്നറിയാമോ? ആൽമന്ന് ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ഹല്ലേലൂയ. എവിടെ വർധനമുണ്ടാകുന്നു, എവിടെ ദൈവപ്രവൃത്തി നടക്കുന്നു, എവിടെ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ദൈവം കൊണ്ടുവരുന്നു, ഹല്ലേലൂയ, നിനക്കെതിരെ അസൂയകൾ പൊങ്ങും. ഇസ്ഹാക്കിന് ചോദിക്കാറുണ്ട് ഫെലിസ്ത്യരോടോ,
ആരോടാവട്ടെ, തർക്കിക്കാൻ വരുന്നവരോടോ. ഇസഹാക്കിന്റെ ജീവിതത്തൊക്കെ ഇസഹാക്ക് അവരിൽ നിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല. അവർക്ക് ഉപദ്രവമായി ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് ദോഷം വരുന്ന ഒരു പ്രവൃത്തിയും ചെയ്തില്ല. അവരെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. പക്ഷെ തർക്കമാണ്. അസൂയയിൽ നിന്ന് തർക്കത്തിലേക്കും തർക്കത്തിൽ നിന്ന് വൈരാഗ്യത്തിലേക്കും മാറി. ഹല്ലേലൂയ. എന്നാൽ വിശ്വാസത്തിൽ ഉറച്ചവൻ, ഹല്ലേലൂയ, ദൈവത്തിൽ മാത്രം ആശ്രയിച്ചവൻ നിന്ന് തർക്കിച്ചില്ല, നിന്ന് വൈരാഗ്യം തീർത്തില്ല. ഇസഹാക്ക് തർക്കിക്കാൻ നിന്നായിരുന്നുവെങ്കിൽ, ഹല്ലേലൂയ, തന്റെ അവകാശത്തിന് വേണ്ടി നിന്നായിരുന്നുവെങ്കിൽ ദൈവം അവന് വേണ്ടി പ്രവർത്തിച്ചേനെ. പക്ഷെ അവൻ അതിന് നിന്നില്ല, അവൻ മാറിപ്പോയി. എന്തിനെന്നോ, ഹല്ലേലൂയ, നീ തർക്കിച്ച് അവിടെ നിന്നാലും നിന്റെ ജീവിതത്തിൽ സ്വസ്ഥത തരത്തില്ല. പക്ഷെ നീ മാറിപ്പോയത് കൊണ്ട് ദൈവം നിനക്ക് സ്വസ്ഥത നൽകി, വിശാലത ഒരുക്കി. ദൈവാത്മാവ് ശക്തമായി ഒരു ദൈവദൂത് കൈമാറിയ നിന്റെ ജീവിതത്തിന് നേരെയുള്ള തർക്കങ്ങൾ, വൈരാഗ്യ ബുദ്ധിയോടെ ചിലർ അടുക്കുന്നത്, നീ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നിനക്ക് ലഭിക്കേണ്ടതാണെങ്കിൽ പോലും തർക്കിച്ച് അവകാശപ്പെടുക്കുവാൻ ആളുണ്ടെങ്കിൽ നീ മാറിപ്പോ, നീ മാറിപ്പോ. ദൈവം നിനക്ക് വിശാലത ഒരുക്കാൻ പോകുക. ദൈവം നിന്നെ വർദ്ധിപ്പിക്കാൻ പോകുക. ഓ 2020 ഈ സെപ്റ്റംബർ മാസം വിശാലതയുടെ മാസമായി. എനിക്കറിയത്തില്ല ആരോടൊക്കെ പേഴ്സണലായി ദൈവാത്മാവ് ഇടപെടുക. ഈ മാസത്തിൽ നിന്റെ ജീവിതത്തിൽ ഒരു വിശാലത ഒരുക്കും. ഒരു രഹബോത്ത് ദൈവം ഒരുക്കുകയാണ്. ഒരു രഹബോത്ത് ദൈവാത്മാവ് ഒരുക്കുകയാണ്. ഒരു രഹബോത്ത് ഒരുക്കുകയാണ്. ഒരു രഹബോത്ത് ഒരുക്കുകയാണ്. അസൂയയിൽ നിന്ന്, തർക്കത്തിൽ നിന്ന്, വൈരാഗ്യത്തിൽ നിന്നെല്ലാം നിന്നെ സെപ്പറേറ്റ് ചെയ്തിട്ട് നിനക്ക് വേണ്ടി ഒരു രഹബോത്ത്, ഒരു രഹബോത്ത്. നിനക്ക് റിസീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ദൂതനെ റിസീവ് ചെയ്യ. ഈ മാസത്തിൽ നിനക്കൊരു രഹബോത്തിനെ നിന്റെ അധ്വാനമായിരിക്കാം നീരുറവകൾ ഉണ്ടായത്, നിന്റെ പിതാവ് കുഴിച്ചതായിരിക്കാം. നീ തർക്കിക്കാൻ നിൽക്കണ്ട, നീ മാറിപ്പോയി അടുത്തത് കുഴിക്ക. നിനക്ക് ദൈവം ഒരു രഹബോത്ത് ഒരുക്കുക, ഒരു രഹബോത്ത് ഒരുക്കുക. ഓ, അവിടെ തർക്കിക്കാൻ കയറി വരാൻ അവർക്ക് കഴിയത്തില്ല. കാരണം ദൈവം വിശാലത ഒരുക്കിയാൽ തർക്കിക്കുന്നവർക്ക് കയറാൻ കഴിയത്തില്ല. ഓ, അസൂയപ്പെടുന്നവർക്ക് അവിടെ കയറാൻ കഴിയത്തില്ല. ഓ, എനിക്കറിയത്തില്ല, ദൈവാത്മാവ് എന്നോട് ജോർജ് എന്ന പേരുമായി ബന്ധപ്പെട്ട ഒരു കുടുംബത്തോട് ഹല്ലേലൂയ ശക്തമായി ഇടപെടുന്നു. എനിക്കറിയത്തില്ല ഇന്ന് കാണുന്നുണ്ടോ നാളെ കാണുമോ എന്ന്. പക്ഷെ ദൈവാത്മാവ് ജോർജ് എന്നൊരു പേരിനോട് ആ കുടുംബത്തോട് ഇടപെടുകയാണ്. ഒരു രഹബോത്ത് ദൈവാത്മാവ് ഒരുക്കുക, ഒരു രഹബോത്ത് ദൈവാത്മാവ് ഒരുക്കുക. ഓ, ഇങ്ങനെ പറഞ്ഞു, അവൻ അവിടെ നിന്ന് മാറിപ്പോയി, മറ്റൊരു കിണർ കുഴിച്ചു. അതിനെ കുറിച്ച് അവർ ശണ്ടയിട്ടില്ല, അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. യഹോവ അപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്തിൽ വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹബോത്ത് എന്ന പേരിട്ടു. ദൈവങ്ങളെ ശ്രദ്ധിച്ചേ, അവൻ മാറിപ്പോയി, ഒരു ഉറവ ഉണ്ടാക്കി. അതിനെ ചൊല്ലി അവർ തർക്കിച്ചില്ല. ആർക്കും തർക്കിക്കാൻ കഴിയാത്ത രീതിയിൽ, ആർക്കും കയറി വന്ന അവകാശം പറയാൻ പറ്റാത്ത രീതിയിൽ, പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ഓ
ഓ, നിങ്ങളോടാ ദൈവാത്മാവ് സംസാരിക്കുന്നത്. ആർക്കും കയറി വന്ന് തർക്കിക്കാൻ കഴിയാത്തൊരു ലെവലിലേക്ക് നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ ആത്മീയ ജീവിതത്തിൽ, നിന്റെ കുടുംബ ജീവിതത്തിന്റെ അകത്ത്, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിന്റെ തലമുറയുടെ വിഷയത്തിൽ ആർക്കും കയറി വന്ന് തർക്കിക്കുവാനോ, ആർക്കും കയറി വന്ന് അവകാശം പറയുവാനോ, പിന്നെയും നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് ഇടുവാനോ കഴിയാത്ത രീതിയിൽ ഓ, എനിക്ക് സ്വസ്ഥത തന്നു, എനിക്ക് വിശാലത ഒരുക്കി എന്ന് പറയുവാൻ ഈ മാസത്തെ ദൈവാത്മാവ് ചിലരുടെ ജീവിതത്തോട് ഓ, അസൂയ, ഓ ഫെലിസ്ത്യർ നിന്നെ ഓടിച്ചെങ്കിൽ നീ അത് വിഷയമാക്കണ്ട. ഓ, നിന്റെ കിണറിന് അവകാശം പറഞ്ഞ ആളുകൾ 1-2 പ്രാവശ്യം വന്നാലും നീ അത് വിഷയമാക്കണ്ട. നീ നിന്റെ വിശ്വാസത്തിൽ ഉറച്ച് അടുത്ത ഒന്ന് കുഴിക്ക്. അതിൽ ദൈവം പ്രവർത്തിക്കും. ആർക്കും കടക്കാൻ കഴിയാത്ത രീതിയിൽ, ആർക്കും നിന്നെ കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കാൻ കഴിയാത്ത രീതിയിൽ അവിടെ നിനക്കൊരു വർധനമുണ്ടാകും. അവിടെ നിനക്കൊരു വർധനമുണ്ടാകും. അവിടെ നിനക്കൊരു വർധനമുണ്ടാകും. ഓ, ദൈവാത്മാവ് പിന്നെയും വ്യക്തമായി പറയുക, ചിലരെ സെപ്പറേറ്റ് ചെയ്ത്, സ്പെഷ്യലായി കണ്ട് സെപ്പറേറ്റ് ചെയ്ത് ചില സ്വസ്ഥതകളെ നൽകി വർദ്ധിപ്പിക്കാൻ പോകുന്നുവെന്ന്, സ്വസ്ഥതയെ നൽകി വർദ്ധിപ്പിക്കാൻ പോകുന്നുവെന്ന്. നീ വിശ്വാസത്താൽ പ്രവർത്തിക്കുക. നിന്റെ വിശ്വാസത്താൽ പ്രതികൂലങ്ങളെ നോക്കണ്ട. ഒരു ദാവീദിനെ ദൈവം ഇൻട്രോഡ്യൂസ് ചെയ്തത് എപ്പോഴാണെന്നറിയാമോ? ഹല്ലേലൂയ. അവൻ യൗവനക്കാരനായിരിക്കുമ്പോൾ കൊണ്ട് നിർത്തിയത് ആരുടെ മുമ്പിലാ? വലിയ ഗോലിയാത്തിന്റെ മുമ്പിലാ. ഹല്ലേലൂയ. ചിലപ്പോ ഒന്ന് ചോദിച്ചേക്കാം, ഹല്ലേലൂയ, കർത്താവേ, അവൻ കുറച്ചും കൂടെ വളർന്ന്, കുറച്ചും കൂടെ ആരോഗ്യവും ശരീരമൊക്കെ ഒന്ന് വളർന്നിട്ട് പോരായിരുന്നോ? കർത്താവിന് അറിയില്ല. ഹല്ലേലൂയ. നിനക്ക് വീക്ക്നെസ്സുകൾ ഉള്ളപ്പോൾ തന്നെ നിനക്ക് ഹല്ലേലൂയ, എനിക്ക് ശക്തിയില്ല, എനിക്ക് ബലമില്ല എന്ന് പറയുമ്പോൾ തന്നെ നീ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുമെങ്കിൽ, എനിക്ക് ശക്തി അല്പമേ ഉള്ളൂ, എനിക്ക് ബലം അല്പമേ ഉള്ളൂ, എങ്കിലും ഞാൻ നിന്റെ വചനത്തെ കാക്കാമെന്ന് നീ പറയുമെങ്കിൽ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഗോലിയാത്തുകളെ നിസ്സാരമായി കൊന്നൊടുക്കി മുൻപോട്ട് കയറി പോകുവാൻ. ഓ, ദൈവത്തിന് എപ്പോഴും പ്രവർത്തിക്കേണ്ടത് എന്തിനാന്നോ? ഹല്ലേലൂയ. വിവിധ തര പരീക്ഷകൾ വരുമ്പോൾ നീ സന്തോഷിക്കാൻ പറഞ്ഞതെന്നറിയാമോ? ആ പരീക്ഷകൾ വരുമ്പോഴാ നിന്നെ ശക്തനാക്കി മാറ്റുന്നത്. പരീക്ഷകൾ വരുമ്പോഴാ നിന്നെ വർദ്ധിപ്പിക്കുന്നത്. പരീക്ഷകൾ വരുമ്പോഴാ നിനക്ക് സ്വസ്ഥത നൽകുന്നത്. പരീക്ഷകൾ വരുമ്പോഴാ നിനക്ക് രഹബോത്ത് ഒരുക്കുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോഴാ നിന്റെ പേര് വർദ്ധിപ്പിക്കുന്നത്, നിന്റെ പേര് പ്രശസ്തപ്പെടുത്തുന്നത്. സ്വപ്നക്കാരനായ യോസഫേ, ഹല്ലേലൂയ, സഹോദരന്മാർക്ക് അസൂയ തോന്നിയോ? അസൂയയിൽ നിന്ന് അത് തർക്കത്തിലേക്ക് മാറിയോ? തർക്കത്തിൽ നിന്ന് വൈരാഗ്യത്തിൽ കൊണ്ടെത്തിച്ചോ? നീ കാരാഗ്രഹത്തിൽ കിടന്നോ? പ്രശ്നമില്ല. നീ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും നിന്റെ പേര് പ്രശസ്തിപ്പെട്ടുകൊണ്ടിരിക്കുക. നീ അറിയുന്നില്ല. നീ നോക്കുമ്പോ നീ കാരാഗ്രഹത്തിലാ. പക്ഷേ നിനക്ക് അറിയാത്ത ഒരു കാര്യമുണ്ട്. രാജാവ് നിന്നെ കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുക. കാരണം നിന്റെ പേര് രാജകൊട്ടാരത്തിലാണ്. നീ കിടക്കുന്നത് കാരാഗ്രഹത്തിലാണെങ്കിലും, നീ
നിന്റെ പേര് മുഴങ്ങുന്നത് രാജകൊട്ടാരത്തിലാണ്. എന്താ യോസഫേ അറിയാമോ? ഹല്ലേലൂയ. എവിടെ പൊട്ടക്കിണറിലിട്ടിട്ടും അടിമയായിട്ടിട്ടും കാരാഗ്രഹത്തിൽ അയച്ചിട്ട് എനിക്ക് ദർശനം തന്ന ആ ദർശനത്തിനൊത്ത് നീങ്ങുവാൻ കാരാഗ്രഹത്തിലാണ് കിടക്കുന്നത്. ദൈവമേ, നീ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നാൽ ഞാൻ സ്വപ്നങ്ങളെ കാണാം. ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നാൽ ഞാൻ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാമെന്നല്ല. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും അപ്പക്കാരനും വീഞ്ഞുകാരനും കാരാഗ്രഹത്തിൽ വന്നാൽ അവരുടെ സ്വപ്നത്തെയും ഞാൻ വ്യാഖ്യാനിക്കും. എനിക്ക് സ്വസ്ഥത ലഭിച്ചിട്ടല്ല ഞാൻ പ്രവർത്തിക്കുന്നത്, കാരാഗ്രഹത്തിന്റെ അകത്ത് പ്രവർത്തിക്കുവാനും. ഹല്ലേലൂയ. അടിമച്ചന്തയിൽ നിന്നാലും പോത്തിഫേറിന്റെ ഭവനത്തിലാണെങ്കിലും പോത്തിഫേറിന്റെ ഭാര്യ പിടിച്ചു നിർത്തിയാലും കർത്താവേ, ഞാൻ നിന്നെ വിട്ടു മാറത്തില്ല. നിന്റെ ദർശനത്തിനൊത്ത് എന്റെ വിശ്വാസത്തിൽ ഞാൻ നീങ്ങുമെന്ന്. അങ്ങനെയുള്ളവരുടെ പേര് എന്തിനാ ഹല്ലേലൂയ ഈ പരിശോധന? അടുത്ത രാജാവ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം വഹിക്കുവാൻ ദൈവം നിന്നെ കണ്ടതുകൊണ്ടാ. ഈ ചെറുപ്രായത്തിൽ തന്നെ യുദ്ധത്തിന് എന്തിനാ ദാവീദിനെ അയക്കുന്നതെന്ന് അറിയാമോ? അടുത്ത രാജ്യത്തെ ഭരിക്കേണ്ടത് അവനാ. ദാവീദിന്റെ ജീവിതത്തിൽ അനേകം പരീക്ഷകൾ, അനേക വേദനകൾ. ഹല്ലേലൂയ. ആർക്കൊക്കെ വേണ്ടി നിന്നോ അവരൊക്കെ കൊല്ലാൻ ഓടിച്ചു, അവരൊക്കെ തള്ളിക്കളഞ്ഞു. ആരുടെ ദുരാത്മാവിനെ പുറത്താക്കാൻ ചെന്നോ, അല്ലെങ്കിൽ ആർക്ക് സൗഖ്യം നൽകിയോ അയാൾ തന്നെ കുന്തമെറിഞ്ഞു. ആരുടെ പേര് വർദ്ധിപ്പിച്ചോ അയാൾ തന്നെ കൊല്ലാൻ ഓടിച്ചോ. എന്നാൽ അതിന്റെ നടുവിലും വിശ്വാസം കളയാതിരുന്നപ്പോൾ ദാവീദിന് തിരുവചനത്തിൽ പറയുന്നു, സർവശക്തനായ ദൈവം അവന്റെ സകല ശത്രുക്കളെയും അവന്റെ മുൻപിൽ നിന്ന് നീക്കി അവന് സ്വസ്ഥത നൽകി. ദാവീദിനെ കുറിച്ച് പറയുക, സർവശക്തനായ ദൈവം അവന്റെ മുമ്പിൽ നിന്ന് അവന്റെ സകല ശത്രുക്കളെയും നീക്കി അവന് സ്വസ്ഥത നൽകി. പ്രശ്നത്തിന്റെ നടുവിൽ, പരിശോധനയുടെ നടുവിൽ എന്തിനെന്നോ ഹല്ലേലൂയ സന്തോഷിക്കാൻ അപ്പോസ്തലനായ യാക്കോബ് പറഞ്ഞത്, നിനക്ക് സ്വസ്ഥതയെ നൽകുവാൻ, നിന്നെ വർദ്ധിപ്പിക്കുവാൻ, നിന്റെ പേര് വലുതാക്കുവാൻ, നിന്നെ രാജ്യസ്ഥാന അധികാരങ്ങളെ നൽകി നിന്നെ ഇരുത്തുവാൻ. കർത്താവായ യേശുവിന്റെ വരവിൽ മാത്രമല്ല, നീ അവന് വേണ്ടി നിന്നാൽ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോഴും നിനക്ക് ജയത്തെ നൽകുവാൻ, നിനക്ക് സ്വസ്ഥതയെ നൽകുവാൻ. അതുകൊണ്ട് തന്നെ യാക്കോബിന് കർത്താവായ യേശുവിന് വേണ്ടി തന്റെ കഴുത്ത് നീട്ടിക്കൊടുക്കുവാൻ മടിയില്ലായിരുന്നു. അവൻ സന്തോഷത്തോടെ ചെയ്തു. രാജാവ് തലവെട്ടിക്കളയാൻ നിൽക്കുമ്പോഴും പേടിച്ച് നിലവിളിച്ചവനായിട്ടല്ല നിന്നത്, കരഞ്ഞു വേദനിച്ചവനായിട്ടല്ല നിന്നത്. അവൻ ആ പരീക്ഷയും സന്തോഷത്തോടെ, അപ്പോസ്തലനായ യാക്കോബ് അത് സന്തോഷത്തോടെ, പത്രോസിനെ ക്രൂശിക്കുന്ന നേരത്ത് പത്രോസ് തലകീഴായി സന്തോഷത്തോടെ, ഞാൻ എന്റെ പ്രാണപ്രിയന്റെ പാദങ്ങളെ ചുംബിച്ച് മരിക്കട്ടെ സന്തോഷത്തോടെ. എന്താ പത്രോസേ, എന്താ അപ്പോസ്തലനായ പത്രോസേ ഇത്ര സന്തോഷം തന്റെ ലേഖനത്തിൽ എഴുതി വെച്ചു? വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാരണമാകും. ഹല്ലേലൂയ.
എന്താ ഇത്ര സന്തോഷം, എന്താ തലകീഴായി ക്രൂശിക്കാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോഴും ഈ സന്തോഷം എന്റെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതായി പറയാൻ പറ്റുമോ ദൈവമക്കളെ? എന്റെ ജീവിതത്തിലെ എന്റെ വിശ്വാസത്തിനെതിരെ ഉണ്ടാകുന്ന എന്റെ വിശ്വാസത്തിന്റെ പരിശോധനകളെ ഞാൻ വിലയേറിയതായി കാരണം എനിക്കൊരു മാന്യത വരുന്നുണ്ട്, എനിക്കൊരു പുകഴ്ച വരുന്നുണ്ട്, എനിക്കൊരു തേജസ് ഉണ്ട്. പൗലോസിനെയും ശീലാസിനെയും മർദ്ദിച്ചു, കാരാഗ്രഹത്തിൽ ആമത്തിൽ അടച്ചു. അവർ അവിടെ കടന്നുകൊണ്ട് ദൈവമേ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് നിലവിളിച്ചില്ല. വിടുവിക്കാൻ ദൂതന്മാർ എന്തിയെന്ന് ചോദിച്ച് നിലവിളിച്ചില്ല. അവർ കരഞ്ഞില്ല, അവർ നിലവിളിച്ചില്ല. അവർ തെരുവീതികളിൽ ബഹളമുണ്ടാക്കിയില്ല. അവർ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ചു. അവർ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ചു. വേഗത്തിൽ ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 41-ാം അധ്യായം 1-ാം വാക്യം. സോറി 42. ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ. ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കത്തില്ല, ഒച്ച ഉണ്ടാക്കത്തില്ല, തെരുവീതിയിൽ തന്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. ചതഞ്ഞ ഓട അവൻ ഉടച്ചു കളയത്തില്ല, പുകയുന്ന തിരി കെടുത്തി കളയത്തില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയുമില്ല. തന്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു. മതി പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈവം നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെ പറയാൻ കഴിയുമോ? ഇതാ എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ ദാസൻ, എന്റെ ദാസി എന്ന്. ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ദാസി, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതന്മാർ എന്ന്. അങ്ങനെയുള്ളവരുടെ പ്രത്യേകതയാ പറയുന്നത്. ഞാൻ എന്റെ ആത്മാവിനെ അവരുടെ മേൽ വെച്ചിരിക്കുന്നു. അവർ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. പിന്നെയോ അവൻ നിലവിളിക്കുകയില്ല, ഒച്ച ഉണ്ടാക്കുകയില്ല, തെരുവീതികളിൽ തന്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. ചതഞ്ഞോടെ ഓടിക്കത്തില്ല, പുകയുന്ന തിരിക്കെടുത്തത്തില്ല. സർവശക്തനായ ദൈവം താങ്ങുന്ന ദാസൻ, ദൈവത്തിന്റെ ഉള്ളം പ്രസാദിക്കുന്ന വൃതനെ കുറിച്ച് പറയുക. ദൈവമക്കളെ, നമ്മുടെ പ്രശ്നങ്ങളിൽ, നമ്മുടെ പരിശോധനയിൽ, നമ്മുടെ വേദനകളിൽ നിലവിളിക്കാതെ, ഒച്ച ഉണ്ടാക്കാതെ, തെരുവീതിയിൽ ഇറങ്ങി വിഷമവും പ്രയാസവും നാട്ടുകാരോട് പറയാൻ നിൽക്കാതെ, അവനിൽ വിശ്വസിച്ച്, അവനിൽ ഉറച്ച്, അവൻ ഏൽപ്പിച്ചതിനെ ചെയ്യുവാൻ, അവൻ ഏൽപ്പിച്ചതിനെ ചെയ്യുവാൻ അധൈര്യപ്പെടാതെ, ഹല്ലേലൂയ,
ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല. തളർന്നു പോകാതെ പ്രശ്നങ്ങളുടെ മുമ്പിൽ, പരിശോധനയുടെ മധ്യേ, വേദനകളുടെ നടുവിൽ നിലവിളിക്കാതെ, ഉച്ച ഉണ്ടാക്കാതെ, നാട്ടുകാരോടും വീട്ടുകാരോടും എല്ലാം ഇറങ്ങി തെരുവീതിയിൽ നിന്ന് സങ്കടങ്ങൾ വിളിച്ചു പറയാതെ അവന്റെ ന്യായത്തെ പ്രസ്താവിക്കുവാൻ, അധൈര്യപ്പെടാതെ, തളർന്നു പോകാതെ ദൈവത്തിന് വേണ്ടി നിൽക്കുമെങ്കിൽ ഒന്നിനും കുറവില്ലാത്തവരായി എഴുന്നേറ്റ് നിൽക്കാം. അവ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചോട്ടെ. വായുകളെ തുറന്ന്, ഹൃദയത്തെ തുറന്ന് ദൈവത്തോട് പറഞ്ഞാട്ടെ, ഞാൻ ഈ വാക്കുകളെ, ഈ ദൈവിക ദൂതുകളെ ഏറ്റെടുക്കുന്നു. എന്റെ പ്രശ്നങ്ങളെല്ലാം, എന്റെ പ്രതികൂലങ്ങളെല്ലാം ഞാൻ മാറ്റി നിർത്തി. എനിക്കറിയാം ഇത് എന്തിനാന്ന്. എനിക്കറിയാം എനിക്കൊരു രഹബോത്ത് ഒരുക്കിയിരിക്കുന്നു. എനിക്കറിയാം ഈ പ്രശ്നം വന്നത്, അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. കാരണം എന്റെ ദൈവം എനിക്കൊരു രഹബോത്ത്. ഒരു രഹബോത്ത്. എനിക്കറിയത്തില്ല, ദൈവാത്മാവ് ശക്തമായി അബുദാബി എന്ന് ഇങ്ങനെ ഹൃദയത്തിൽ എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവിടെ നിന്ന് വല്ലോ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് നിങ്ങളോടാണ് ഇടപെടുന്നത്. രഹബോത്ത്, ഒരു സ്വസ്ഥത, ഒരു വർധനവ്, ഒരു പ്രശസ്തി, പുതിയ ദൗത്യങ്ങൾ, പുതിയ നിറവുകൾ, പുതിയ ഉറവകൾ. പുതിയ ഉറവ. എന്തിനാ ഭൂകമ്പം, എന്തിനാ കൊടുങ്കാറ്റ്? ഭയക്കണ്ട. പുതിയ ചില ദൗത്യങ്ങൾ, ചില ദൈവിക ശബ്ദങ്ങൾ കേൾപ്പിക്കുവാൻ. എന്തിനാ എല്ലാരും എന്റെ നേരെ എപ്പോഴും തർക്കിക്കുന്നത്, എന്റെ നേരെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ദൈവത്തിന് പറയുന്നുണ്ട്, ഒരു രഹബോത്ത്. ഹൃദയം തുറന്ന് ദൈവം താങ്ങുന്ന വ്യക്തിയായി തീരുവാൻ, ദൈവത്തിന്റെ ഉള്ളം പ്രസാദിക്കുന്ന വ്യക്തികളായി തീരുവാൻ. ദൈവം നല്ലവൻ എന്നെന്നുമേ, എന്നാഥൻ വല്ലവൻ എന്നാളുമേ. എന്നെ സ്നേഹിച്ചവൻ, എന്നെ രക്ഷിപ്പാൻ തൻ ജീവൻ തന്നവൻ എൻ രക്ഷകൻ. എൻ ദൈവം നല്ലവൻ എന്നെന്നുമേ, എന്നാഥൻ വല്ലവൻ എന്നാളുമേ. എന്നെ സ്നേഹിച്ചവൻ, എന്നെ രക്ഷിപ്പാൻ തൻ ജീവൻ തന്നവൻ എൻ രക്ഷകൻ.
ആ നല്ല ദേശത്തിൽ നിത്യമാം പ്രകാശത്തിൽ, ആ നല്ല ദേശത്തിൽ നിത്യമാം പ്രകാശത്തിൽ വംശിയായി തന്നെ ചേർത്തതാൽ കീർത്തിക്കും ഞാൻ അവൻ ത്യാഗത്തെ, വർണ്ണിക്കും ഞാൻ അന്ത്യനാൾ വരെ. കീർത്തിക്കും ഞാൻ വൻ ത്യാഗത്തെ, വർണ്ണിക്കും ഞാൻ അന്ത്യനാൾ വരെ. ആമേൻ. കീർത്തിക്കും ഞാൻ വൻ ത്യാഗത്തെ, വർണ്ണിക്കും ഞാൻ അന്ത്യനാൾ വരെ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, ഇന്ന് ഈ പകൽക്കാലം ഞങ്ങളോട് ഇടപെട്ടതിനായി, സംസാരിച്ചതിനായി, ഞങ്ങൾക്ക് ഒരു രഹബോധം ഒരുക്കിയിരിക്കുന്നതിനായി നന്ദി കർത്താവേ. താങ്ക് യു ജീസസ്. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രശാന്ത് ചന്ദ് മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. അനീഷ് പാസ്റ്റർ ആശീർവാദം പറയുകയും ചെയ്താട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, യേശു കർത്താവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിയിൽ തന്നെ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങേ പാടി ആരാധിപ്പാൻ കർത്താവേ കൃപയതിനാൽ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഹല്ലേലൂയ അടിയുടെ മധ്യത്തിലുണ്ടായിരുന്നതിനാൽ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. എന്റെ ആരാധന അടികളെ അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ വചനത്തിലൂടെ അവിടുന്ന് ഇടപെട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. അവിടുന്ന് കർത്താവേ, ഹല്ലേലൂയ. ഇസ്ഹാക്ക് ക്ഷാമകാലത്ത് തന്നെ ഹല്ലേലൂയ കിണർ കുഴിക്കുവാനും, ഹല്ലേലൂയ കർത്താവേ ആ ആണ്ടില് 100 മേനി ഫലം കാണുവാനും ഇടയാക്കിയ ദൈവമേ, അവിടുന്ന് കർത്താവേ ഞങ്ങളോട് ഇടപെട്ടതിനാൽ, പരിശുദ്ധാത്മാവേ അടിയോട് സംസാരിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഒരു രഹബോധം ഒരുക്കിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. വിലയേറിയ വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ അടികൾ റിസീവ് ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ മാസം കാണാനുള്ള നന്മയുടെ ഹല്ലേലൂയ അനുഗ്രഹങ്ങളുടെ ഉയർച്ചകളെല്ലാം കർത്താവേ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്വീകരിക്കുന്നപ്പ. ഹല്ലേലൂയ കർത്താവേ അടികളെ സഭയായിട്ട് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ. ബലപ്പെടുത്തിയിരിക്കുകയാണ് സ്തോത്രം. അവിടുന്ന് ചെയ്ത് അഭിഷേകം ചെയ്ത് അടികളെ കർത്താവെ അനുഗ്രഹിച്ചിരിക്കുകയാണ് സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയിലുള്ള എല്ലാ മക്കളെയും ഇത് കാണുന്നവരെല്ലാം കർത്താവെ അനുഗ്രഹിക്കുമാറാണമേ. ഞങ്ങളുടെ ദാസനെ ബലപ്പെടുത്തിനാണ് സ്തോത്രം. കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുശ്വാസം അനുഗ്രഹിക്കുമാറാണമേ. കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് പറഞ്ഞ് അനുഗ്രഹിക്കണമേ. ഇവിടെ കടന്നുവന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. കൃപ ചെയ്യണമേ. താഴ്ത്തി സമർപ്പിക്കുന്നു, ഏൽപ്പിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ സ്വീകരിക്കണമേ. സ്വർഗ്ഗസ്ഥ പിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും നാം എല്ലാവരോടും നാം പ്രാർത്ഥിച്ച വിഷയത്തോടും ഇത് കേട്ട വചനത്തോടും ഇവിടെ കൂടി വന്ന സകല ജനത്തോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. സന്തോഷത്തോടെ കടന്നു പോയാട്ടെ. നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.